നമ്മുടെ അടുത്ത സെഷനിൽ അക്സെപ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ നമ്മൾ ഓഫറിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് അക്സെപ്റ്റൻസ് ആണ് കേട്ടോ. ഈ ഓഫറോ അക്സെപ്റ്റൻസോ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് 5 മാർക്കിന് ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. രണ്ടുകൂടെ ചോദിക്കാറില്ല, ഒന്നെങ്കിൽ ഓഫറിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അക്സെപ്റ്റൻസിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. അക്സെപ്റ്റൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഭാഗമാണ് കേട്ടോ. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. അതേപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ്. ഓക്കെ, റെഡി. അപ്പോ അക്സെപ്റ്റൻസിലേക്ക് പോവാം നമുക്ക്. എന്റെ വോയിസ് സ്ക്രീന് രണ്ടും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ അല്ലേ? വോയിസും സ്ക്രീനും രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ, റെഡി റെഡി. ഓക്കെ, യെസ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി ടൈപ്പ് ചെയ്താൽ കാണാം. അക്സെപ്റ്റൻസ് കേട്ടോ. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓഫറിന് സ്വീകരിക്കുക. അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, സ്വീകരിക്കുന്നതിന്. ഫോർ എക്സാമ്പിൾ നോക്കി എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ചോളേ. ഇത് മിസ്റ്റർ എയുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണ് 10,000 രൂപക്ക് ആർക്ക് കൊടുക്കാണ്? ബിക്ക് കൊടുക്കാണ്. ബിക്ക് ഓഫർ ചെയ്യാണ്. അപ്പൊ എ പറയാണ് എൻ്റെ അടുത്തുള്ള ഈ മൊബൈൽ ഫോൺ 10,000 രൂപക്ക് ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. എ പറയുന്നതിന് നമ്മൾ ഓഫർ എന്ന് വിളിക്കുന്നു അല്ലെ. എ പറയാണ് എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ 10,000 രൂപക്ക് നിനക്ക് നൽകാം, അത് ഓഫറാണ്. അപ്പൊ ബി തിരിച്ചു പറയാണ് ഓക്കെ, ഞാൻ 10,000 രൂപക്ക് അത് സ്വീകരിക്കാം. അതാണ് അക്സെപ്റ്റൻസ്. അപ്പൊ ഒരാൾ കൊടുക്കുന്ന ഓഫറിനെ, പ്രൊപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, അപ്പൊ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? ഒരു 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ഓഫർ അല്ലെങ്കിൽ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്, ഈ രണ്ടിലൊന്ന് ഷുവർ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കിയേ, ഇറ്റ് ഈസ് വെൻ someone agree, ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. someone agree to the terms of an offer. ഒരു ഓഫറിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലിൽ പറയുന്ന കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നതിനെ അല്ലെ, ഞാൻ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. ഒന്നുകൂടെ നോക്കിയേ, acceptance is when someone agree, okay പറയാണ്, agree to the terms of an offer made by another person. ഒരു വ്യക്തി പറയുന്ന ഓഫറിനെ അഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു വൈ. എക്സ് ഒരു ഓഫർ കൊടുക്കുകയാണ് മൂപ്പരെ കാർ വൈക്ക് വിൽക്കാൻ. എത്ര? 1 lakh, 1 ലക്ഷം രൂപക്ക്. അങ്ങനെ വൈ അഗ്രീസ്, വൈ എന്ത് ചെയ്തു? അത് അഗ്രി ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ടു ബൈ ദ കാർ, ആ കാർ വാങ്ങിക്കാൻ 4 rupees 1 lakh, 1 ലക്ഷം രൂപക്ക് വാങ്ങിക്കാൻ വൈ അഗ്രി ചെയ്തു. അപ്പൊ വൈസ് ആക്ട് ഈസ് ആൻ അക്സെപ്റ്റൻസ് ഓഫ് ദ എക്സ് ഓഫർ. അപ്പൊ എക്സ് ഓഫർ കൊടുത്ത ആളാണ്, പ്രൊപ്പോസൽ കൊടുത്ത ആളാണ്. വൈ ആണ് എന്ത് ചെയ്യുന്നത്? അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓഫറിൽ പഠിച്ചതുപോലെ തന്നെ ഈ അക്സെപ്റ്റൻസിലുള്ള എസെൻഷ്യൽ റൂൾസ്. അപ്പൊ നോക്കുക, അക്സെപ്റ്റൻസ് ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ആവാൻ ആവശ്യമുള്ള കാര്യങ്ങള്, വാലിഡ് അക്സെപ്റ്റൻസ് ആവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ഓഫറിൽ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ കേട്ടോ. കുറെ പോയിന്റുകൾ, സെയിം സാധനങ്ങൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാറോ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ഉദാഹരണം ഈ ഫസ്റ്റത്തെ പോയിന്റ്, അതുപോലെ തേർഡ് പോയിന്റ് എക്സ്പ്രസ് ഇംപ്ലൈഡ്, ഇതൊക്കെ എന്തുണ്ട്? ഓഫറിലും വരുന്നുണ്ട്, അക്സെപ്റ്റൻസിലും വരുന്നുണ്ട്. അങ്ങനെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മാത്രം എന്ത് ചെയ്യുക, അത് എടുത്തൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് രണ്ടിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആ സ്വീകരിക്കുന്നതിനാണ് അക്സെപ്റ്റൻസ് എന്ന് പറയാ. അക്സെപ്റ്റൻസിന്റെ എസെൻഷ്യൽസ് നോക്കാം. ഒന്ന്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓഫർ നമ്മൾ പറഞ്ഞു, ഓഫർ കമ്മ്യൂണിക്കേറ്റഡ് ആവണം എന്ന് പറഞ്ഞു. എന്ന പോലെ അക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഞാനൊരു ഓഫർ കൊടുത്തു മിസ്റ്റർ എക്ക്, ഇതിലൊന്നും പറഞ്ഞില്ല, ഓക്കെ ഒന്നും പറഞ്ഞില്ല, ഓക്കെ അല്ലാന്നും പറഞ്ഞില്ല. അപ്പൊ അതെന്താവില്ല? അക്സെപ്റ്റൻസ് ആവില്ല. കാരണം അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്ത്? അക്സെപ്റ്റൻസ്. സെക്കൻഡ് പോയിന്റ്, ഓക്കെ, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിരിക്കണം, ഒരു കൺഫ്യൂഷൻ അതിൽ ഉണ്ടാകരുത് അല്ലെ. ഓഫറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഓൾ ദ ടേംസ് ഓഫ് ആൻ ഓഫർ, ഓഫറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് വളരെ ക്ലിയർ ആയിരിക്കണം.
അതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, സമ്മതിക്കുന്നത് അല്ലെ. അപ്പൊ ആ സമ്മതവും അഥവാ അക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം? മസ്റ്റ് ബി അബ്സല്യൂട്ട്, പക്കയായിരിക്കണം. അതിൽ ഓഫറിൽ പറഞ്ഞ കുറച്ച് ഞാൻ സ്വീകരിക്കാണ്, കുറച്ച് ഞാൻ സ്വീകരിക്കുന്നില്ല, ആ പരിപാടി ഇല്ല. ഓഫറിൽ എന്തൊക്കെ പറഞ്ഞു അത് കംപ്ലീറ്റ് എന്താവും? അക്സെപ്റ്റൻസിൽ ഇൻക്ലൂഡഡ് ആകും. തേർഡ് പോയിന്റ്, ഓക്കെ, അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അല്ലെ. ഇതിന് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എക്സ്പ്രസ് പറഞ്ഞാൽ കൃത്യമായിട്ട് വേർഡിലോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കും. ഇംപ്ലൈഡ് പറഞ്ഞാൽ അങ്ങനെ വേർഡായിട്ടോ റിട്ടേൺ ആയിട്ടോ ഒന്നും പറയില്ല, പക്ഷെ അവിടെ ഒരു അക്സെപ്റ്റൻസ് സംഭവിക്കുന്നുണ്ട്. Then നാലാമത്തത്, the acceptance must be given in some usual and reasonable manner. കൃത്യമായിട്ട് ആ ഒരു അക്സെപ്റ്റൻസിനെ നമ്മൾ അറിയിക്കണം. സാധാരണ ഒന്നെങ്കിൽ വാക്കാലാവാം, അല്ലെങ്കിൽ എഴുത്തിലൂടെ ആവാം. ഓക്കെ, അല്ലാണ്ട് മൗനം സമ്മതം എന്നുള്ള പരിപാടിയൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൃത്യമായിട്ട് അത് നമ്മൾ ഓഫറോട് പറയണം. അഞ്ചാമത്തെ നോക്കിയാൽ the acceptance must be given before lapse of offer. ഓഫർ പറഞ്ഞ് അതിന്റെ സമയം തീർന്നതിന് മുമ്പ് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും വേണം അല്ലെ. ഞാൻ അന്നൊരു ഓഫർ കൊടുത്തു, എന്റെ കാറ് 1,00,000 രൂപക്ക് നിനക്കാൻ വിൽക്കുകയാണ്. അവനിപ്പോഴൊന്നും പറഞ്ഞില്ല, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയണം ഓക്കെ ഞാൻ ആ ഒരു കാറ് 1,00,000 രൂപക്ക് വാങ്ങാം അല്ലെ. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് അതിന്റെ റേറ്റ് വീണ്ടും മാറ്റം വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഗോൾഡ് ആണെന്ന് വെച്ചോളി, ഞാൻ പറയണം എന്റെ കയ്യിലുള്ള ഗോൾഡ് ഇതാ എനിക്ക് ഞാൻ വിൽക്കാണ്, ഇപ്പൊ 75,000 രൂപക്ക് നിനക്ക് വിൽക്കുന്നു എന്ന് പറയാം. അപ്പൊ അപ്പോഴൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അയാളൊരു 5 മാസം കഴിഞ്ഞിട്ട് പറയണ ഓക്കെ ഞാൻ 75,000 രൂപക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ കാര്യമല്ല. 5 മാസം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ 75 ഉള്ളത് 80 ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ സമയം കഴിയുന്നതിന് മുമ്പ്, അതായത് ഓഫറിന്റെ ആ സമയം, ആ ടൈം പീരീഡ് കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അക്സെപ്റ്റൻസ് ചെയ്തിരിക്കണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം. then അടുത്തത്, the acceptance cannot be implied from silence. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സൈലൻസ് എന്തായിട്ട് കൂട്ടൂല? അക്സെപ്റ്റൻസ് ആയിട്ട് കൂട്ടൂല. അപ്പൊ ഞാൻ ഒരാളോട് ഒരു ഓഫർ കൊടുത്തു അല്ലെ, എന്റെ കാറ് നിനക്ക് വിൽക്കാണ് പറഞ്ഞു, അവനൊന്നും മിണ്ടിയില്ല, സൈലൻസ് ആയി. വേണമെന്നും പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല. അപ്പൊ ഓക്കെ ഇവ അല്ലെ, നമ്മൾ പറയും മൗനം സമ്മതം എന്നുള്ളത്. ആ പരിപാടി ഇവിടെ അല്ല കേട്ടോ. മൗനം അല്ലെ, അങ്ങനത്തെ നമ്മൾ പറയാറുണ്ട്, മൗനം സമ്മതം. ആ പരിപാടി ഇവിടെ അല്ല, നമ്മളെ കോൺട്രാക്റ്റിലില്ല. അപ്പൊ സൈലൻസിന് എന്തായിട്ട് എടുക്കൂല? ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് എടുക്കൂല. അയാൾ കറക്റ്റ് വാ തുറന്ന് പറയുന്നേ വേണം. ഓക്കെ ഞാൻ അത് ഓക്കെ ഞാൻ വാങ്ങിക്കാം എന്ന് പറയുന്നേ വേണമെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റൻസ് ആയിട്ട് എടുക്കുള്ളൂ. സൈലൻസിന് എന്താവില്ല? അക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കൂല. ഏഴാമത്തെ പോയിന്റ്, അക്സെപ്റ്റൻസ് മീൻസ് അക്സെപ്റ്റ് ഓൾ ദ ടേംസ് ഓഫ് ഓഫർ. ഇത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഓഫറിൽ എന്തൊക്കെ പറഞ്ഞു? ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ ഒരു കാറ് വിൽക്കുകയാണ് 2,00,000 രൂപക്ക്, 2010 മോഡൽ കാറ് നിനക്ക് ഞാൻ വിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 2,00,000 രൂപ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2010 മോഡൽ കാറ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അൾട്ടോ കാറാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഓഫറിൽ പറയുന്നു അത് മുഴുവനും എന്തായി? ആ ഒരു അക്സെപ്റ്റൻസോട് കൂടെ കംപ്ലീറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തതായി. പിന്നെ അതിൽ മാറ്റം പറ്റൂല കേട്ടാ. പിന്നെ ഞാൻ പറയണേ 2,00,000 എനിക്ക് കഴിയില്ല, 1,50,000 എനിക്ക് പറ്റുള്ളൂ, അത് പറ്റൂല. ഞാൻ അക്സെപ്റ്റ് ചെയ്തതോട് കൂടെ എന്തായി? ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തായി? ഞാൻ അംഗീകരിച്ചതായിട്ട് മാറി. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓൾറെഡി പറയേണ്ടിയിരുന്നു. ഞാൻ അതൊന്നും പറഞ്ഞില്ല, ഞാനൊക്കെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ പറയാൻ പറ്റൂല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓഫറിൽ എന്തൊക്കെ പറഞ്ഞോ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായി? സ്വീകരിച്ചു എന്നാണ് അർത്ഥം. Then എട്ടാമത്, if the acceptance has been given conditional, there will be no contract. നമ്മൾ അക്സെപ്റ്റൻസിൽ എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞു 2,00,000 രൂപയ്ക്ക് ഞാൻ കാറ് വിറ്റു എന്ന് പറഞ്ഞു. അപ്പൊ സ്വീകരിക്കുന്ന ആള് പറഞ്ഞു 2,00,000 എനിക്ക് പറ്റൂല, 1,50,000 ആണെങ്കിൽ ഞാനത് വാങ്ങാം. അപ്പൊ അവിടെ എന്തായി? ആക്സെപ്റ്റൻസ് കറക്റ്റ് ആയില്ല അല്ലെ, അവിടെ കോൺട്രാക്ട് നടക്കൂല. എന്നാൽ ഞാൻ ചോദിച്ചത് 2,00,000 ആണ്, അയാൾ പറഞ്ഞത് 1,50,000 ആണ്. അവിടെ കണ്ടീഷൻ വന്നു. അപ്പൊ അക്സെപ്റ്റൻസിൽ എന്ത് ഉണ്ടാവരുത്? എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടാവരുത്. കണ്ടീഷൻ ഉണ്ടായാൽ ആ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി വോയിഡ് ആയിട്ട് മാറും, വാലിഡ് അല്ലാതായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് അക്സെപ്റ്റൻസിലുള്ള എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. അതും ഓർത്ത് വെക്കുക. അപ്പോ ഓഫറിൽ എസെൻഷ്യൽസ് ഉണ്ട്, അതുപോലെ അക്സെപ്റ്റൻസിലും എസെൻഷ്യൽസ് ഉണ്ട്. ഈ രണ്ടിലൊന്ന് മിക്കവാറും ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് റിവക്കേഷൻ ഓഫ് ഓഫർ. റിവക്കേഷൻ എന്ന് പറഞ്ഞാല് ഓഫറിനെ നമ്മൾ വിഡ്രോ ചെയ്യുക, പിൻവലിക്കുക, ക്യാൻസൽ ചെയ്യുക കേട്ടോ. വിഡ്രോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്യാൻസൽ. നോക്കിയേ, ഇവിടെ നമ്മുടെ കേരളത്തിലാണല്ലോ. ഡൽഹിയിലുള്ള മിസ്റ്റർ രാമുമായിട്ട് ഞാനൊരു ഓഫർ കൊടുക്കുകയാണ്. രാമു എവിടെ ഉള്ളത്? ഡൽഹിയിലാണ്. ഞാൻ രാമുവിനൊരു കത്ത് എഴുതി.
കേരളത്തിലിരിക്കുന്ന നിയാഫ് എന്ന് പറയുന്ന ഞാന് ഡൽഹിയിലിരിക്കുന്ന രാമുവിന് ഒരു കത്ത് എഴുതാണ്. കറക്റ്റ് ശ്രദ്ധിച്ചോളിയെ. കത്തിൽ ഇതാണ്: എന്റെ വീട് 20 ലക്ഷം രൂപക്ക് നിനക്ക് ഞാൻ വിൽക്കാൻ തയ്യാറാണ്. 20 ലക്ഷം രൂപക്ക് എന്റെ വീട് നിനക്ക് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. കേരളത്തിലിരിക്കുന്ന ഞാന് ഡൽഹിയിലുള്ള രാമുവിന് കത്ത് എഴുതി കേട്ടോ. സ്വാഭാവികമായിട്ട് ആ കത്തെത്തണമെങ്കിൽ ഒരു 5 അല്ലെ 5 days എന്ന് വെച്ചോളൂ. 5 ദിവസം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കത്തൊക്കെ അവർക്ക് പോസ്റ്റിൽ ചെയ്തു, സ്പീഡ് പോസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ കത്ത് അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് കത്ത് അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ. കത്ത് എത്തുള്ളേ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്, അല്ലേ വേണ്ട, 20 ലക്ഷത്തിനൊന്നും വിൽക്കണ്ട, ഒരു 30 ലക്ഷം കിട്ടുകയാണെങ്കിൽ വിറ്റാ മതി. ഓക്കെ, അപ്പൊ ഞാൻ എന്താ എന്റെ മനസ്സിൽ കരുതിയ പോലെ ഞാൻ വേഗം രാമുവിന് ഫോൺ വിളിച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, 20 ലക്ഷത്തിന് എനിക്ക് വീട് വിൽക്കാന്നുള്ളത്. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്യാണ്. ഞാന് ഓക്കെ അല്ല, റെഡി അല്ല, ഞാൻ പിന്നീടാണ് ഇപ്പോ 20 ലക്ഷത്തിന് ഞാൻ വിൽക്കുന്നില്ല, 30 ലക്ഷത്തിനെ വിൽക്കുന്നുള്ളൂ എന്ന് പറയാണ്. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് രാമുവിന്റെ അടുത്ത് കത്ത് എത്തുന്നത്. പിന്നെ ആ കത്ത് വാല്യൂ ഉള്ളതല്ല, അത് വാലിഡ് അല്ല. കാരണം എന്തിയെ, ആ കത്ത് അല്ലെങ്കിൽ എന്റെ ഓഫർ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, റിവോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, വിഡ്രോ ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഓഫർ ആ ആളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. അതാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ കത്തയച്ചു, 5 ദിവസം ഞാൻ രാമുവിന്റെ അടുത്ത് കത്തെത്തി. രാമു വായിച്ചു നോക്കി, അവനും ഓക്കെയാണ്, 20 ലക്ഷത്തിന് ആ വീട് വാങ്ങാൻ അവനും തയ്യാറാണ്. അവന് തിരിച്ച് ഇങ്ങോട്ട് എനിക്ക് കത്ത് എഴുതി. ആ കത്തിന് എന്താ നമ്മൾ പറയുന്നത്, ടൈപ്പ് ചെയ്താണ്, ഞാൻ അയച്ചത് ഓഫർ ആയിരുന്നു, വീട് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് രാമു തിരിച്ച് എനിക്കും കത്ത് എഴുതി, അവന് വീട് വാങ്ങാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട്. ആ കത്തിന് എന്താ പേര് പറയാ, രാമു എനിക്ക് അയച്ച കത്ത്. യെസ്, വെരി ഗുഡ്. ഋഷിക പറഞ്ഞു, അതുപോലെ സഹറ പറഞ്ഞു, ഓക്കെ ഓക്കെ, വസന്ത പറഞ്ഞു. അതാണ് അക്സെപ്റ്റൻസ് അല്ലെ. ഇപ്പൊ രാമു പറയാണ് ഓക്കെ, 20 ലക്ഷത്തിന് ആ വീട് വാങ്ങാൻ ഞാനും തയ്യാറാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അവിടെ ആ കോൺട്രാക്ട് നടക്കും കേട്ടോ. പിന്നെ കോൺട്രാക്ട് നടക്കും. അങ്ങനെ രാമു എനിക്ക് തിരിച്ച് കത്ത് എഴുതി. ആ കത്ത് എത്താൻ ഒരു 5 ദിവസം എടുക്കും എന്ന് വെച്ചോളൂ. കേരളത്തിൽ ഇരിക്കുന്ന എനിക്ക് 5 ദിവസം എടുക്കും ആ കത്ത് എത്താൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാമു അയച്ചതിന് ശേഷം പിന്നെ അവനക്ക് തോന്നി, അല്ലേ വേണ്ട, ഇപ്പൊ 20 ലക്ഷം ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് റിസ്ക് ആണ്, പിന്നെ നോക്കാം. അങ്ങനെ കത്തൊക്കെ അവനെ അയച്ചു, ഓൾറെഡി പോസ്റ്റ് ചെയ്തു കേട്ടോ എനിക്ക്. എന്നിട്ട് രാമു എനിക്ക് വിളിക്കുകയാണ്, അല്ലേ പിന്നെ എനിക്ക് വിളിച്ചു പറയാണ്, രാമേ ആ വീട് ഞാൻ വാങ്ങാന്ന് ഏറ്റിട്ടുണ്ട്, പക്ഷെ ഞാനത് തൽക്കാലം ക്യാൻസൽ ചെയ്യാണ്, ഇപ്പൊ ഞാൻ അത് വാങ്ങിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചു പറഞ്ഞു, അല്ലെ എനിക്ക് മെയിൽ അയച്ചു, അല്ലെ ഞാനിപ്പോ അങ്ങനെ കത്തൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തായി, റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെ. നമുക്ക് അടുത്ത് പറയുന്ന ടോപ്പിക്കാണ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസിന് എന്ത് ചെയ്തു, പിൻവലിച്ചു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു. അപ്പൊ റിവോക്കേഷൻ എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക, ക്യാൻസൽ എന്നാണ് അല്ലെങ്കിൽ വിഡ്രൂ എന്നാണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണെന്ന് ചോദിക്കും, 2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ടേം ഒന്ന് ഓർത്ത് വെക്കുക, വിഡ്രോ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക എന്നാണ്. ഇനി നോക്കിയേ, an offer can be revoked by the offerer. ഓഫർക്ക് എന്ത് ചെയ്യാം, തന്റെ ഓഫർ റിവോക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എപ്പോ, ബിഫോർ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ഓഫറി അല്ലെ. ഇവിടെ രാമുവിന്റെ കയ്യിൽ എത്തിയിട്ട് പിന്നെ എനിക്ക് പിൻവലിക്കാൻ പറ്റൂല കേട്ടോ, ആ പരിപാടി ഇല്ല അല്ലെ. ഓഫറിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കാൻ പറ്റൂല. എത്തുന്നത് വരെ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് പിൻവലിക്കാൻ പറ്റും, എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറ്റൂല. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത് an offer can be revoked by the offerer. ഓഫർക്ക് പിൻവലിക്കാം എപ്പോ, ബിഫോർ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ഓഫർ. ഓഫർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പിൻവലിക്കാം. അങ്ങനെ പിൻവലിക്കുന്നതിനെയാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. നോക്കാം, റിവോക്കേഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി ബിഫോർ ദ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ. നോക്കിയേ, രാമുവിന്റെ അടുത്തേക്ക് 5 ദിവസം കഴിഞ്ഞ കത്ത് എത്തുക, അതിന്റെ മുമ്പേ ഞാൻ എനിക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെ. അതിന് മുമ്പ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കത്തൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് റെഡി അല്ല, ഞാൻ അതിൽ നിന്ന് പിൻവലിക്കുകയാണ് അല്ലെ, വിഡ്രോ ചെയ്യാണ്, റിവോക്ക് ചെയ്യാണ് എന്ന് പറയാണ്. അങ്ങനെയാണെ ഓക്കെ. അപ്പോ ആ അക്സെപ്റ്റൻസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, റിവോക്ക് ചെയ്യണം, എങ്കിലേ അത് നടപ്പിലാവുള്ളൂ. Then revocation can be done through notice, ഒരു നോട്ടീസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ബൈ ലാപ്സ് ഓഫ് ടൈം, അല്ലെങ്കിൽ സമയം അവസാനിച്ച ഫലമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇഫ് ദ ഓഫർ ഹാസ് എ ടൈം ലിമിറ്റ്, ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ, അങ്ങനെയും പറയാം കേട്ടോ. ഇപ്പോ ഈ കത്ത് കിട്ടി 2 ദിവസത്തിന്റെ ഉള്ളിൽ ഈ മറുപടി തരണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 2 ദിവസത്തിനുള്ളിൽ മറുപടി പറഞ്ഞെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ക്യാൻസൽ ആവും.
അപ്പൊ അത്തരത്തില് നമ്മൾ പറഞ്ഞ ഓഫറിനെ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ്, വിഡ്രോ ചെയ്യുന്നതിനെയാണ്, പിൻവലിക്കുന്നതിനെയാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, അത് പിൻവലിക്കുക. നോക്കിയേ, ജനറലി അക്സെപ്റ്റൻസ് കനോട്ട് റിവോക്കഡ്. സാധാരണ അത് റിവോക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, കാരണം അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് പിൻവലിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എപ്പോ വൺസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ, ഓഫററോട് പറഞ്ഞ് ഞാൻ റെഡിയാണ്, ഞാൻ ആ കോൺട്രാക്ടിന് ഓക്കെയാണ്, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പിൻവലിക്കൽ ബുദ്ധിമുട്ടാണ്, കഴിയില്ല. ഹവർ ഇഫ് ദ അക്സെപ്റ്റൻസ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടില്ല, രാമു കത്ത് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ, ഓക്കെ, അതാണ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ്. ഓർ ഇറ്റ് ഈസ് കണ്ടീഷണൽ, അതിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചു, രാമു പറയണ 20 ലക്ഷത്തിനൊന്നും നിങ്ങൾക്ക് പറ്റൂല, ഒരു 18 ലക്ഷം ആണെങ്കിൽ ഞാൻ വീട് ഏറ്റെടുക്കാം, ഉണ്ടാ, അത് കണ്ടീഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് റിവോക്ക് ചെയ്യാം. അതുവരെ അല്ലെങ്കിൽ പറ്റൂല കേട്ടോ. ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് റിവോക്ക് ചെയ്യൽ നടക്കൂല. ഒന്നെങ്കിൽ എന്ത് ചെയ്യണ്ട, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവനിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ ചോദിച്ചോളൂ. ഉണ്ട്, ഇത് ഈ ക്ലാസ് കഴിഞ്ഞ ഫോർവേഡ് ചെയ്യും. അപ്പൊ തന്നെ അയക്കണോ? ഓക്കെ, സഹ്റാണോ? അല്ല. ഓക്കെ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഞാൻ ഇതൊന്ന് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടേ അയച്ചുതരാം കേട്ടോ. ഇത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ആദ്യം സെൻഡ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടേ അയച്ചുതരാം. ഓക്കെ, അപ്പോ അക്സെപ്റ്റൻസ് നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്, അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്തില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാം, പിൻവലിക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടൊന്ന് ജസ്റ്റ് എന്താണ് ഓർത്ത് വെക്കുക, റിവോക്കേഷൻ ഓഫ് ഓഫറും റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസും ഓർത്ത് വെക്കുക. ഇനി അടുത്തൊരു ടേം ആണ് കൺസിഡറേഷൻ. പുതിയൊരു ടേം നമ്മൾ പഠിക്കാണ്. ഓഫർ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് പറഞ്ഞു. ഇനി നമ്മളൊരു അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഞാൻ ചോദിക്കട്ടെ, പിന്നെ രാമുവിന് എന്റെ വീട് വിറ്റിട്ടുണ്ട് അല്ലെ, അപ്പൊ രാമു അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് വെച്ചോളൂ, എന്താണ് അവിടെ കൺസിഡറേഷൻ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ രാമുവിന് വീട് വിറ്റു, രാമു അത് അക്സെപ്റ്റ് ചെയ്തു, അവിടെ ഞങ്ങളെ കൺസിഡറേഷൻ. യെസ്, വെരി ഗുഡ്. ഷഹന പറഞ്ഞിട്ടുണ്ട് പണം അല്ലെ. എത്രയാണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ 20 ലക്ഷം അല്ലെ. ആ 20 ലക്ഷം ക്യാഷ് ആണ് ഇവിടെ കൺസിഡറേഷൻ. അപ്പോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിന് പകരം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അല്ലെ, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. അത് ക്യാഷ് ആവണമെന്ന് തന്നെ അല്ല, ചിലപ്പോൾ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ വലിയ പിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആവാം അല്ലെ. ഞാൻ പറയണപ്പോ എന്റെ വീട്, എന്റെ കാർ ഞാൻ നിനക്ക് തരാം, പകരം നീ എന്ത് ചെയ്യാ, നിന്റെ ബൈക്ക് എനിക്ക് തരണം അല്ലെ, അങ്ങനൊക്കെ ആവാം, എന്തോ ആവാം. അപ്പൊ എന്തായാലും ഒരു വിലപിടിപ്പുള്ള അല്ലെ, മൂല്യമുള്ള ഒരു കാര്യം, അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, the term consideration may be defined as the price of the promise. എന്താണ് ആ ഓഫറിന്റെ മുകളിൽ വരുന്ന പ്രൈസ്, അല്ലെങ്കിൽ ആ പ്രോമിസിന്റെ മുകളിൽ വരുന്ന പ്രൈസ്, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. ഒരു 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഓഫർ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്, കൺസിഡറേഷൻ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിന് ചോദിക്കാം. ദിസ് ടേം ഈസ് യൂസ്ഡ് ടു സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ. ഇങ്ങനെ ഒരു ടേം അതിനുണ്ട്, ലാറ്റിൻ ടേം ആണ്. അതായത് സംതിങ് ഇൻ റിട്ടേൺ, അത് നിങ്ങൾ പഠിച്ചാൽ മതി അല്ലെ. റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടുന്നുവോ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെയും അതിന്റെ എസെൻഷ്യൽസ്, നമ്മൾ ആദ്യം ഓഫർ എന്താന്ന് പറഞ്ഞു, അതിന്റെ എസെൻഷ്യൽസ് പറഞ്ഞു. അക്സെപ്റ്റൻസ് എന്താന്ന് പറഞ്ഞു, അതിന്റെ എസെൻഷ്യൽസ് പറഞ്ഞു. ഇനി ഇതാ കൺസിഡറേഷൻ എന്താണ് പറഞ്ഞു, ഇനി അതിന്റെ എസെൻഷ്യൽസ് പറയാണ്. നോക്കിയേ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ. പ്രോമിസർ അഥവാ ഓഫർ കൊടുക്കുന്ന ആള് അല്ലെ, അയാൾക്കാണ് കൺസിഡറേഷൻ കൊടുക്കുക അല്ലെ. അപ്പൊ പ്രോമിസർക്ക് എന്താണോ ആവശ്യം, എന്താണ് അയാൾ ആഗ്രഹിക്കുന്നത്, അതായിരിക്കണം നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ വീടിന് ഒരു 20 lakh ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്, 20 ലക്ഷം രൂപക്കാണ് ഞാൻ വീട് വിൽക്കുന്നത്. അപ്പൊ 20 ലക്ഷമാണ് എന്റെ ഡിസയർ, എന്റെ ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യണം, ആ ക്യാഷ് എനിക്ക് എത്തിച്ചു തരേണ്ടി വരും. അപ്പൊ എന്താണോ പ്രോമിസർക്ക് ആവശ്യം, എന്താണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്, അതായിരിക്കണം നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അപ്പൊ പ്രോമിസിയിൽ നിന്നും, അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പ്രോമിസി ആരാർക്കാ കൊടുക്കുക അല്ലെ, പ്രോമിസി ആർക്കാണ് കൊടുക്കുക, പ്രോമിസർക്ക് കൊടുക്കുന്നതാണ് കൺസിഡറേഷൻ അല്ലെ.
പ്രോമിസറിലേക്ക് കൈമാറുന്നതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്. പ്രോമിസി ആണ് നമ്മുടെ പ്രോമിസറിലേക്ക് ആ പൈസ അല്ലെങ്കിൽ ആ ക്യാഷ് കൈമാറുന്നത്. ഇനി കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. 3 രൂപത്തിൽ കൺസിഡറേഷൻ ഉണ്ടാവാൻ പറ്റും. നോക്കിയേ, ഫസ്റ്റ് വൺ പാസ്റ്റ്. അതായത് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ക്യാഷ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കുമല്ലോ അല്ലെ. ഇപ്പൊ ഞാനൊരു ബൈക്ക് വാങ്ങാൻ പോവാണ്. അപ്പൊ ബൈക്ക് എനിക്ക് അടുത്ത മാസം കിട്ടുള്ളൂ, അഥവാ അത് ജൂലൈ അല്ലേ, ഓഗസ്റ്റിലേ കിട്ടുള്ളൂ. എന്റെ അടുത്ത് ഇപ്പൊ കുറച്ച് ക്യാഷ് വന്നു. ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് മുൻകൂട്ടി കൊടുത്തു. ക്യാഷ് അങ്ങോട്ട് കൊടുത്ത്, ഇതാ ക്യാഷ്, ഇപ്പൊ എന്റെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് വെച്ചു പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തു. അവൻ എന്ത് ചെയ്യും, അടുത്ത മാസം ഓഗസ്റ്റില് ബൈക്ക് എനിക്ക് കൊടുന്നു വരും. റെഡി. അപ്പൊ ഇവിടെ നമ്മളെ കൺസിഡറേഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്തത് അല്ലെ, പാസ്റ്റ് ഓൾറെഡി കൊടുത്ത്, ഫസ്റ്റ് കൺസിഡറേഷൻ കൊടുത്തു. എന്നിട്ടാണ് പിന്നെ അവിടെ ആ ഒരു കച്ചവടം നടക്കുന്നത്. രണ്ടാമത്തത് പ്രസന്റ് കൺസിഡറേഷൻ. ഇതാണ് പൊതുവെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതായത് ഞാൻ ബൈക്ക് വാങ്ങി, അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഞാൻ അതിന് പൈസ കൊടുക്കുകയും ചെയ്തു. ബൈക്ക് വാങ്ങിച്ചു, ആ സ്പോട്ടിൽ തന്നെ ക്യാഷ് കൊടുക്കുകയും ചെയ്തു അല്ലെ. ഇതാണ് പ്രസന്റ് കൺസിഡറേഷൻ. നമ്മൾ വാങ്ങുന്നത് എപ്പോഴാണോ നമ്മൾ വാങ്ങുന്നത്, എപ്പോഴാണ് കോൺട്രാക്ട് നടക്കുന്നത്, ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കൺസിഡറേഷൻ കൂടെ കൊടുക്കുക. മൂന്നാമത്തത് ഫ്യൂച്ചർ കൺസിഡറേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്ട് നടക്കും, പക്ഷെ കൺസിഡറേഷൻ പിന്നെ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ബൈക്ക് വാങ്ങി, ഞാൻ പറയണം ഇപ്പൊ എന്റെ അടുത്ത് ക്യാഷ് ഇല്ല, 2 മാസം കഴിഞ്ഞിട്ട് ക്യാഷ് തരാം. കണ്ട, 2 മാസം. അപ്പൊ ഇവിടെ കൺസിഡറേഷന് ഫ്യൂച്ചറിലാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ 3 രൂപത്തിൽ വരാം. പാസ്റ്റില്, അതായത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം, പ്രസന്റില് ആ കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിലും കൺസിഡറേഷൻ കൊടുക്കുക. ഈ 3 രൂപത്തിൽ നമ്മൾ കൺസിഡറേഷൻ പേ ചെയ്യാറുണ്ട്. അടുത്തത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡീക്വേറ്റ്. അത് കറക്റ്റ് എമൗണ്ടിന് തുല്യമാണെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വീട് നൽകുകയാണ്, 20 ലക്ഷമാണ് ഞാൻ ഓഫർ ചെയ്തത്. ശരിക്കും വീടിന് എന്തുണ്ട്, ഒരു 30 ലക്ഷത്തിന്റെ എമൗണ്ട് ഉള്ള അല്ലെ, 30 ലക്ഷത്തിന്റെ ഒക്കെ വീടുണ്ട്. ഞാൻ എന്റെ സുഹൃത്തായതുകൊണ്ട് അവർക്ക് 20 ലക്ഷത്തിന് കൊടുക്കുകയാണ് സപ്പോസ്. അങ്ങനെ കൃത്യമായിട്ട് അഡീക്വേറ്റ് ആവണം നിയമമൊന്നുമില്ല. ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡീക്വേറ്റ് ടു ദ പ്രോമിസ് അല്ലെ. ആ പ്രോമിസുമായിട്ട് കറക്റ്റ് ഈക്വൽ ആവണമെന്നൊന്നുമില്ല. അത് നമ്മളെ ഇഷ്ടമാണ്. എന്തായാലും ഒരു വാല്യൂ ഉള്ളതാവണം. സം വാല്യൂ ഇൻ ദ ഐ ഓഫ് ലോ. നിയമത്തിന്റെ കണ്ണില് അതൊരു മൂല്യമുള്ള സാധനമാവണം. ഓക്കെ. അപ്പൊ ഞാൻ പറയാണ്, ഇതിന്റെ ബൈക്ക് കൊണ്ടേക്കും, എനിക്ക് കുറച്ച് വൈക്കോല് തരുമെന്ന് പറഞ്ഞാല് അത് പറ്റൂല. അല്ലെ, വൈക്കോല് അതൊരു മൂല്യമുള്ള കാര്യമായിട്ടല്ല നമ്മൾ പറയുന്നത്. അല്ലെ, എനിക്കൊരു ഇല പറിച്ചു തന്നാൽ മതി അല്ലെ, അല്ലെ ഒരു ഈർക്കിലി തന്നാൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാല്യൂ, നിയമത്തിന്റെ കണ്ണിൽ ഒരു വാല്യൂ ഉള്ള സാധനമാവണം എന്ത്, നമ്മുടെ കൺസിഡറേഷൻ. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. ഒറിജിനൽ ആവണം. റിയൽ മീൻസ് ഒറിജിനൽ ആവണം. ഞാൻ പറയാണ് ഇല്ല, ഈ നിന്റെ ബൈക്ക് തരാം, ഞാൻ നിനക്ക് നമ്മളെ മൂണിനെ അല്ലെ ചന്ദ്രനെ പിടിച്ചു തരാന്ന് പറയണം. ചന്ദ്രനെ പിടിച്ചു തരാ അറിയണം, കൺസിഡറേഷൻ ആയിട്ട്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണല്ലോ അല്ലെ. അപ്പൊ അതാണ് ഇല്യൂഷറി ആവരുത്, എന്താ, റിയൽ ആവണം, ഒറിജിനൽ ആവണം. അതാണ് നമ്മുടെ കൺസിഡറേഷന്റെ അടുത്തൊരു പോയിന്റ്. ഇനി പറയാനുള്ളത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നിയമപ്രകാരമുള്ള കൺസിഡറേഷൻ ആവണം അല്ലെ. ഞാൻ പറയാണ്, ഈ നിന്റെ ബൈക്ക് തരാൻ നിനക്കൊരു 1 കിലോ കഞ്ചാവ് തരാന്ന് പറയാണ് അല്ലെ. ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ലോഫുൾ അല്ല, നിയമപ്രകാരം അല്ലെ, എൻഫോഴ്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് കൺസിഡറേഷനായി കൂട്ടില്ല. അപ്പൊ നിയമപ്രകാരം പറ്റുന്ന കാര്യങ്ങളെ കൺസിഡറേഷൻ ആയിട്ട് പറയുള്ളൂ. ഓക്കെ. ദെൻ ഏഴാമത്തത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസ്ഡ് ടു ദ പബ്ലിക് പോളിസി. നോട്ട് ടു ബി നാട്ടോ, ഇല്ലീഗൽ ആവരുത്, ഇമ്മോറൽ ആവരുത് അല്ലെ. ഞാൻ പറയാണ്, ഈ ഒരു ഉദാഹരണം, ഈ നിന്റെ ബൈക്ക് തരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ, അവനെ പോയിട്ട് അവന്റെ കൈയൊന്ന്, അല്ലെങ്കിൽ അവനെ പോയിട്ട് തീരുമാനാക്കാം അല്ലെ, അവനെ പോയിട്ട് നല്ലോണം പനിക്കിടാം അല്ലെ, അല്ലെ അവനെ തട്ടാം. നീ നിന്റെ കാറിന് തരികയാണെങ്കിൽ ഞാൻ അവനെ പോയിട്ട് കാറായിട്ട് ആക്സിഡന്റ് ആക്കി മാറ്റാം എന്നൊക്കെ പറയണം. അതൊക്കെ ഇമ്മോറൽ ആണ്. അപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ളതോ ഇമ്മോറൽ ആയിട്ടുള്ളതോ പബ്ലിക് പോളിസിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ആവരുത്, അഥവാ മാന്യമായിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. അപ്പൊ ഇതാണ് കൺസിഡറേഷനും അതിന്റെ എസെൻഷ്യൽസും. റെഡി അല്ലേ? ഈ 2 പോയിന്റ് ഓക്കെ അല്ലേ? കൺസിഡറേഷൻ എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് എന്താണ്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, മുഷിറ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളി. യെസ്, അർഷ, ഓക്കെ, ഷജീറ, ഹസീല്, അജിഷ, ഓക്കെ, റെഡി. ഇനി അടുത്തൊരു ടേമും പറയാൻ പോവാണ്, നല്ലോണം ശ്രദ്ധിച്ചോളെ. ഇത് ചിലപ്പോ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ.
ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് എ കോൺട്രാക്ട്. ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾ തന്നെ ഇക്കാരം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക കേട്ടോ. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് എ കോൺട്രാക്ട്, ഇതെന്താന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിമ്പിൾ ആണ് കേട്ടോ. നമ്മളെ പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെ, ഒരു കുട്ടി മറ്റേ കുട്ടീനെ തല്ലി, എന്നിട്ട് ടീച്ചറോട് കംപ്ലൈന്റ് പറയാണ്, വേറൊരു കുട്ടി വന്ന് പറയാണ്, ഒരു തേർഡ് പാർട്ടി വന്ന് പറയണം അല്ലെ. ഇപ്പൊ നോക്കിയേ, നമുക്കൊരു കഥ അറിയാം. ഇത് രാമു കേട്ടോ, ചെറിയ കുട്ടികളാണ്, 1ാം ക്ലാസ് പഠിക്കാണ്. ഇത് സോനു. അപ്പോ രാമു സോനുവിനെ പോയി തല്ലിക്കണം. ഇത് ആര് കണ്ടിട്ടുണ്ട്? ഒരാൾ പറഞ്ഞോളി. മോനു കണ്ടിട്ടുണ്ട്. മോനു കണ്ടിട്ടുണ്ട്. അപ്പൊ മോന് നേരെ ഓടിപ്പോയിട്ട് ആരോട് പറയാണ്? ടീച്ചറോട് പറയണം. മോനു ടീച്ചറോട് പറയാണ്, രാമു സോനുവിനെ തല്ലിട്ടോ എന്ന് മോനു ടീച്ചറോട് പോയി പറയാണ്. അപ്പൊ ടീച്ചർ നേരെ തിരിച്ചു ചോദിക്കാണ്, അതിന് അനക്കെന്താ? ആരോടാ? മോനുവിനോട് ചോദിക്കണ. പരാതി ആർക്കുണ്ടാവുക? രാമുവിനുണ്ടാവുക. രാമു പരാതി ഉണ്ടെങ്കിൽ രാമു വന്നോട്ടെ, ഈ അത് നോക്കണ്ടെന്ന് പറയാം. ആരോട് പറയാണ്? മോനുവിനോട് പറയാണ്. സത്യത്തില് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന ആളുകൾ ആരാ? മോനുവിന് ഇതിലൊരു ഇൻവോൾവ് ഇല്ല, അവൻ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുന്ന ആളുകൾ ആരൊക്കെയാണ്? 3 ആളുണ്ട് നമുക്ക്. രാമു ഉണ്ട്, സോനു ഉണ്ട്, മോനു ഉണ്ട്. ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയ ആളുകള് രാമു സോനുവാണ്. വെരി ഗുഡ്. രാമു സോനു ആണ്. അപ്പൊ ഇവർക്ക് മാത്രമേ പരാതിപ്പെടാൻ അവകാശമുള്ളൂ ടീച്ചറോട്. മോനുവോ? ഇനി അപ്പുറത്ത് പിന്നെ ആരാ? അപ്പുറത്ത് വേറെ ആരാ? 2-3 പേര്, രാജു, പിന്നെ ഗീത അല്ലെ, ഗംഗ, അങ്ങനെ വേറെ കുറെ ആൾക്കാരെ ഈ തല്ല് കണ്ടിട്ടുണ്ട്. ഇവരൊന്നും എന്തല്ല, ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാരല്ല. അപ്പൊ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, പരാതിപ്പെടാൻ കഴിയൂല. ടീച്ചറോട് പരാതിപ്പെടാൻ ഒന്നെങ്കിൽ ആര് പറയണം? രാമു പോയിട്ട് പറയണം, എന്നെ തല്ലിയോണ്ടാണ് ഞാൻ തിരിച്ച് തല്ലിയത്. അല്ലെങ്കിൽ സോനു, തല്ല് കിട്ടിയ ആള് സോനുവാണ്, സോനു പോയി പറയണം, ടീച്ചറെ എന്നെ തല്ലി എന്ന് പറയണം. ഓക്കെ, ഇതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. അതായത് ഇനി നമ്മള് രാമു സോനു ഒക്കെ വലിയ ആൾക്കാരാന്ന് വെച്ചോളി. ഈ രാമു സോനു തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. ആ കോൺട്രാക്ട് സോനു ബ്രീച്ച് ചെയ്തു പറഞ്ഞാൽ കോൺട്രാക്ട് പൊളിച്ചു കളഞ്ഞു. അപ്പൊ ആർക്ക് പരാതിപ്പെടാം? രാമുവിന് സോനുവിനെതിരെ കോടതിയിൽ പരാതിപ്പെടാം. രാമുവിന് മാത്രം കേട്ടോ, വേറെ ആരും അതിൽ ഇൻവോൾവ് ആകാൻ പറ്റൂല. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, രാമു എന്ത് ചെയ്തു? ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു, കോൺട്രാക്റ്റിനെതിരെ വർക്ക് ചെയ്തു. അപ്പൊ ആർക്ക് പരാതിപ്പെടാം? സോനുവിന് രാമുവിനെതിരെ പരാതിപ്പെടാം. സോനുവിന് മാത്രം, വേറെ ആർക്കും പറ്റൂല. ചുരുക്കി പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയ ആൾക്കാർക്ക് മാത്രമേ പരസ്പരം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കോൺട്രാക്റ്റിൽ ഉള്ള ആളുകൾക്ക്, കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയ ആളുകൾക്ക്, അഥവാ നമ്മളെ ഭാഷ പറയണേ ഓഫററും ഓഫറിയും അല്ലെ, അല്ലെങ്കിൽ പ്രോമിസറും പ്രോമിസിയും, അവർക്ക് 2 പേർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരാതിപ്പെടാനുള്ള അവകാശമുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾക്ക്, അതാണ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് എൻട്രി ചെയ്യാൻ അവകാശമില്ല. അയാൾ കംപ്ലൈന്റ് കൊടുത്താൽ ആ കംപ്ലൈന്റ് സ്വീകരിക്കില്ല. അപ്പൊ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് തമ്മിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ വാക്ക് നല്ലോണം മനസ്സിലാക്കിയേക്കണം കേട്ടോ. നോക്കിയേ, ഓൺലി പാർട്ടീസ് ടു എ കോൺട്രാക്ട്, ഇവിടെ നമ്മൾ രാമുവിനെയും സോനുവിനെയും പറഞ്ഞു അല്ലെ, ആർ അലൗഡ് ടു സ്യൂ എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാണ്, കേസ് കൊടുക്കുക അല്ലെ, കേസ് ഫയൽ ചെയ്യുക. ഓക്കെ, അപ്പോ ഓൺലി പാർട്ടീസ് ടു എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിനകത്തുള്ള പാർട്ടീസ് ആർ അലൗഡ് ടു സ്യൂ ഈച്ച് അതർ ടു എൻഫോഴ്സ് ദയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ടു എൻഫോഴ്സ്, അവർക്ക് നിയമപ്രകാരം പരാതിപ്പെടാനുള്ള, കംപ്ലൈന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ്. ഓൺലി എന്നാ പറഞ്ഞത്. ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്യൂ ചെയ്യാൻ, കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരമുള്ളൂ. സ്ട്രേഞ്ചർ ആയിട്ടുള്ള, പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾക്കും എന്ത് ചെയ്യണ്ട, ഇതിൽ ഇൻവോൾവ് ആവാനുള്ള അവകാശമുള്ള അധികാരം ഇല്ല.
ആ ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസിന് പരസ്പരം കേസ് കൊടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. പുറത്തുനിന്നുള്ള ഒരാൾക്കും അതിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. ഇനി നോക്കിയേ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഈസ് എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്. ഇതൊരു കോൺസെപ്റ്റ് ആണ് ഇൻ കോൺട്രാക്ട് ലോ ദാറ്റ് സ്റ്റേറ്റ് ഓൺലി ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിനകത്തുള്ള പാർട്ടീസിന് മാത്രമേ ക്യാൻ എൻഫോഴ്സ് ഇറ്റ് ഓർ ബി ബോണ്ട് ബൈ ഇറ്റ്. അവർക്ക് മാത്രമേ ആ ഒരു കേസുമായി ബന്ധപ്പെടാനും ആ കേസുമായിട്ട് കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ഉള്ള അധികാരം ഉള്ളൂ. ദിസ് മീൻസ് ദാറ്റ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്ട്, ഈ കോൺട്രാക്റ്റിൽ പെടാത്ത ഒരാൾ, അല്ലെ, നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്ട്, അതായത് ഒരു സ്ട്രേഞ്ചർ, ഈ കോൺട്രാക്റ്റിൽ പെടാത്ത പുറത്തുനിന്നുള്ള ഒരാള്, he cannot sue or be sued under that contract. അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താണ്. ഓക്കെ ആണോ? റെഡി. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളിൽ, ചില കേസിൽ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ആ കോൺട്രാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരസ്പരം കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചില കേസിൽ ചെറിയൊരു എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാണ്. ഒന്ന് ട്രസ്റ്റ്, അതായത് ബെനിഫിഷ്യറീസ് ക്യാൻ എൻഫോഴ്സ് കോൺട്രാക്ട് ഈവൻ ഇഫ് ദേ ആർ നോട്ട് പാർട്ടീസ് ടു ഇറ്റ്. അല്ലെ, ഒരു ഹസ്ബൻഡിന് വൈഫിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടാം, വൈഫിന് ഹസ്ബൻഡിന്റെ കാര്യത്തിന് ഇടപെടാം, ഒരു ഫാദറിന് തന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടാം. ഇതൊക്കെ ട്രസ്റ്റ്, അല്ലെ, ട്രസ്റ്റിന്റെ ഭാഗമാണ്, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതാണ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഒരു ഫാദറിന് മകന്റെ കാര്യത്തില്, ഹസ്ബൻഡിന് വൈഫിന്റെ കാര്യത്തില്, വൈഫിന് ഹസ്ബൻഡിന്റെ കാര്യത്തില്, അങ്ങനെയൊക്കെ പരസ്പരം ഇടപെടാം. അപ്പൊ വൈഫ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അപ്പൊ എന്റെ വൈഫ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതാണ്, അതിൽ അവരെന്തെങ്കിലും ചീറ്റിങ് ഫേസ് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഇടപെടാം. സത്യത്തിൽ ഞാൻ എന്തല്ല, ആ കോൺട്രാക്റ്റിൽ പെട്ട ആളല്ല, ഞാൻ അതിന്റെ പുറത്തുള്ള ആളാണ്. പക്ഷെ എങ്കിലും എന്റെ വൈഫ്, അല്ലെ, അത് ഞാനും വൈഫ് നമ്മൾ ട്രസ്റ്റ് ആണ്, അല്ലെ, ഒരു വിശ്വാസമാണ്. അപ്പൊ അതിന്റെ പേരിൽ എന്ത് ചെയ്യാം, എനിക്ക് അതിൽ ഇടപെടാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അതാണ് ബെനിഫിഷ്യറീസ്. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഹസ്ബൻഡ്, വൈഫ്, അതുപോലെ മദർ, അതുപോലെ മക്കള്, അല്ലെ, ക്യാൻ എൻഫോഴ്സ് കോൺട്രാക്ട് ഈവൻ ഇഫ് ദേ ആർ നോട്ട് പാർട്ടീസ് ടു ഇറ്റ്. കണ്ടോ, അപ്പൊ ഞാന് ആ കേസിൽ ഞാൻ എന്തല്ല, ഒരു കോൺട്രാക്റ്റിൽ പെട്ട ആളല്ല, പക്ഷെ എന്റെ വൈഫിൽ ഒരു ചീറ്റിംഗ് വന്നപ്പോ എന്ത് ചെയ്യുന്നത്, ഞാനും അതിൽ ഇൻവോൾവ് ആവാണ്. അപ്പൊ ബെനിഫിഷ്യറീസിന് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാം. ബെനിഫിഷ്യറീസിന് ട്രസ്റ്റ് എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ മേലില് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാം, അവരതിലെ അംഗങ്ങളല്ലെങ്കിൽ പോലും. രണ്ടാമത്തെ ഏജന്റ്. ഈ ഏജന്റും പ്രിൻസിപ്പിളും ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോ ഞാനൊരു കമ്പനി അടുത്തുണ്ട്, അതിൽ ഞാനൊരു ഏജൻസിന് എന്റെ അണ്ടറിൽ, അപ്പൊ എനിക്ക് പറയുന്നത് പ്രിൻസിപ്പൽ എന്നാണ് കേട്ടോ. പ്രിൻസിപ്പൽ, ഞാനാണ് കമ്പനി നടത്തുന്നത്, ഞാനാണ് കമ്പനിയുടെ ഓണർ വെച്ചോളൂ, അല്ലെ. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഒരു ഭാഗം ഇപ്പോ തിരുവനന്തപുരം ജില്ലയിൽ അതിന്റെ ഡീലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ മിസ്റ്റർ എനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എ ആരാണ്, എന്റെ ഏജന്റ് ആണ്. ഞാനാണ് പ്രിൻസിപ്പൾ, എന്റെ ഏജന്റ് ആണ് ആര്, മിസ്റ്റർ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആർക്കും ആര് ചെയ്യാം, മിസ്റ്റർ എ ചെയ്യാം. അങ്ങനെ മിസ്റ്റർ എക്ക് തിരുവനന്തപുരത്ത് ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു. അവനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിനും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിനും, അവൻ അതിൽ ചീറ്റിങ്ങിൽ വന്നു, അവനെ ചീറ്റ് ചെയ്തു, അല്ലെ, അവനെ വഞ്ചിച്ചു. അപ്പൊ എന്ത് ചെയ്യാം, മിസ്റ്റർ എന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള, അല്ലെ, അവനെ ഏൽപ്പിച്ച ഞാനാണല്ലോ, അതിന്റെ ഓണർ ഞാനാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, എനിക്കും അതിൽ ഇൻവോൾവ് ആകും. സത്യത്തിൽ ഞാൻ കോൺട്രാക്റ്റിൽ ഒന്നുമില്ല, ഞാൻ അതിൽ സൈൻ ചെയ്തിട്ടൊന്നുമില്ല, ആരെ മിസ്റ്റർ എ ആണ് അതിലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ ഏജന്റ് ആണ് മിസ്റ്റർ എ, ആ കാരണം കൊണ്ട് പ്രിൻസിപ്പൾ ആയിട്ടുള്ള എനിക്ക് എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. അതാ പറഞ്ഞത്. നോക്കിയേ, ഏജന്റിന്റെ കേസിൽ പ്രിൻസിപ്പൽസ് ക്യാൻ എൻഫോഴ്സ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ആ ഏജന്റിനെ കൺട്രോൾ ചെയ്യുന്ന അയാളുടെ ഓണർ, അല്ലെ, ആ പ്രിൻസിപ്പൾക്ക് എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാം, മെയ്ഡ് ബൈ ദർ ഏജന്റ്. ഏജന്റിന് വേണ്ടിയിട്ട് ആർക്ക് അവിടെ ആക്ട് ചെയ്യാം, പ്രിൻസിപ്പൾക്ക് ആക്ട് ചെയ്യാം. സത്യത്തിൽ അയാൾ കോൺട്രാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും തന്റെ കീഴിലുള്ള ഒരാളാണല്ലോ, തന്റെ ഏജന്റ് ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൾക്ക് അവിടെ ഇൻവോൾവ് ആവാം, അല്ലെ. ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ, ഇപ്പൊ വൈഫിന് വേണ്ടിയിട്ട് ആർക്ക് ഇൻവോൾവ് ആവാം, ഹസ്ബൻഡിന് ഇൻവോൾവ് ആവാം എന്ന് പറഞ്ഞ പോലെ തന്നെ തന്റെ ഏജന്റിന് വേണ്ടിയിട്ട് ആർക്ക് ഇൻവോൾവ് ആവാം, പ്രിൻസിപ്പൾക്ക് ഇൻവോൾവ് ആവാം. പിന്നെ മൂന്നാമത്തത് മാരേജ് സെറ്റിൽമെന്റ്. ഇപ്പോ ഒരു നമ്മളെ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണെങ്കിൽ, ഡൈവോഴ്സ് മീൻസ് നമ്മള് എന്താ പറയാ, കല്യാണം സ്റ്റോപ്പ് ചെയ്യുമല്ലോ, പിരിയുമല്ലോ, അങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യാം,
പേഴ്സൺസ് ബെനിഫിറ്റിംഗ് ഫ്രം മാരേജ് സെറ്റിൽമെന്റ് ക്യാൻ എൻഫോഴ്സ്. ഇപ്പോൾ മക്കളെ കേസിൽ ഇപ്പോൾ ഒരു ഡൈവോഴ്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ മക്കളുടെ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ, അവിടെ വൈഫിന്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ വൈഫിന്റെ പാരന്റ്സിനും ആണെങ്കിൽ അതിൽ ഇൻവോൾവ് ആവാം. അതാ പറഞ്ഞു മാരേജ് സെറ്റിൽമെന്റ്, പേഴ്സൺസ് ബെനിഫിറ്റിംഗ് ഫ്രം മാരേജ്. അപ്പൊ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തില് അതിൽ ബെനിഫിറ്റ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അഥവാ ബെനിഫിഷ്യറി, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ തന്നെയാണ് കേട്ടോ, അതിന് വേറെ തലത്തിൽ പറഞ്ഞു മാത്രം. ആ ബെനിഫിഷ്യറീസിന് എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. ആ കോൺട്രാക്റ്റിൽ പെടാത്ത ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. നെക്സ്റ്റ്, ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അഥവാ നമുക്ക് ഇപ്പൊ വീട് ഒരു ഇമ്മൂവബിൾ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലെ. പിന്നെ ഇപ്പോ ട്രീസ്, മരങ്ങള് അല്ലെ, മതില്, ഇതൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ആണെന്ന് വെച്ചോളി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ ഓണർ ഉണ്ടല്ലോ, അയാൾക്ക് ഇൻവോൾവ് ആവാം അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ വീട് വിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ച്, ഞാൻ എന്റെ വീട് വിൽക്കാന് മിസ്റ്റർ എക്സിനെ ഏൽപ്പിച്ചു. അങ്ങനെ എക്സ് ഒരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു, പക്ഷെ എക്സിനെ ഒരാൾ പറ്റിച്ച്. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം, അതിൽ നേരിട്ട് ഇടപെടാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു ഏജന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേസിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ എന്ത് ചെയ്യാം, അതിന്റെ യഥാർത്ഥ ഓണർക്ക് എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. അപ്പൊ അതാണ് ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തത് കവനൻസ് റണ്ണിങ് വിത്ത് ലാൻഡ്. അതായത് ന്യൂ ഓണേഴ്സ് ഓഫ് ലാൻഡ് മേ ബി ബോണ്ട് ബൈ അഗ്രിമെന്റ് മെയ്ഡ് ബൈ ദ പ്രീവിയസ് ഓണർ. ഒരു ലാൻഡ് അത് വിറ്റിട്ടുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, പഴയ ഓണർക്കും അതില് കേസ് കൊടുക്കാനും അതിൽ ഇൻവോൾവ് ആവാനുള്ള അധികാരമുണ്ട്. സംഭവം അത് വാങ്ങിയത് പുതിയ ഒരാളാണ്, വേറൊരാളാണ് എങ്കിൽ പോലും പഴയ ആൾക്കും എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് നമ്മൾ പറഞ്ഞു, കോൺട്രാക്റ്റിൽ പെട്ട ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ഇടപെടാൻ പറ്റുള്ളൂ, കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു 5 കേസ് എക്സംഷൻ ആണ്. അപ്പൊ ഈ 5 കേസിൽ ഈ കോൺട്രാക്റ്റിൽ പെടാത്ത ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. ഓക്കെ, ജസ്റ്റിനെ ചോദിച്ച ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മൾ കാരണം അത് ഒരാൾക്ക് മറ്റൊരാൾക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പ്രോപ്പർട്ടിയാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് വീട് അല്ലെ. ഇപ്പൊ വീട് നമുക്ക് കുറച്ച് ഇണ്ടാണ്ട് തള്ളിക്കൊണ്ടേ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയേക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ മതില്, മരങ്ങള് അല്ലെ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങോട്ടോട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, തേർഡ് പാർട്ടീസ് ക്യാൻ എൻഫോഴ്സ് കോൺട്രാക്ട് ഇഫ് എ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓൺ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റില് തേർഡ് പാർട്ടീസിനും എന്ത് ചെയ്യാം, അതിൽ ഇടപെടാൻ പറ്റും. തേർഡ് പാർട്ടീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ യഥാർത്ഥ ഓണർക്ക്. ഇപ്പൊ ഞാൻ എന്റെ വീട് വിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അയാളെ വിറ്റ് അയാൾ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും എന്ത് ചെയ്യാം, അതിൽ ഇൻവോൾവ് ആവാം. സത്യത്തിൽ ഞാൻ ആ കോൺട്രാക്ട് എഴുതിയിട്ടൊന്നുമില്ല, ഞാൻ അഗ്രിമെന്റിൽ ഇൻവോൾവ് ഒന്നല്ല, പക്ഷെ ആ പ്രോപ്പർട്ടി എന്താണ്, എന്റേതാണ്, ഞാനാണ് അതിന്റെ യഥാർത്ഥ ഓണർ. അതുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്കും അതിൽ ഇൻവോൾവ് ആവാം. അതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് പഠിച്ചു നോക്കുക. എക്സംഷൻസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. വാട്ട് ഈസ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ള ചോദ്യമായിരിക്കും എക്സ്പെക്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ അത് നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതില് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, ഞാൻ ഈ അടുത്ത ടോപ്പിക്ക് ഓക്കെ പോവില്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോവില്ലേ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഓക്കെ, റെഡി. ഇതും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഒരു ടേം ആണ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ഇത് നമ്മൾ പറയുന്ന കാര്യം, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതെന്താവില്ല, കോൺട്രാക്ട് ആവില്ല അല്ലെ. കൺസിഡറേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റിട്ടേൺ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ ആയിട്ട് നമ്മൾ പകരം കൊടുക്കുന്നത് അല്ലെ, അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ആവില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് എന്തുണ്ടാവണം, കൃത്യമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. ഓക്കെ, പക്ഷെ ചില കേസില് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനെന്തായിട്ട് കണക്കാക്കും, കോൺട്രാക്ട് ആയിട്ട് കണക്കാക്കും. ഓക്കെ, ചില കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിന് കോൺട്രാക്ട് ആയിട്ട് കണക്കാക്കും. അതെങ്ങനെ പരിപാടി ഒന്ന് നോക്കിയോ. ഫസ്റ്റത്തത്,
എഗ്രിമെന്റ് ബേസ്ഡ് ഓൺ ലവ് ആൻഡ് അഫെക്ഷൻ അല്ലെ. ഒരു ഉദാഹരണം, ഒരു ഫാദർ ശരിക്കും ശ്രദ്ധിച്ചോളെ, ഒരു ഫാദർ തന്റെ മകന് ഒരു അദ്ദേഹത്തിന്റെ സ്വത്തായിട്ടുള്ള ഒരു 10 സെന്റ് സ്ഥലം അദ്ദേഹത്തിന് കൈമാറി. എങ്ങനെ? നമുക്കറിയാലോ, സ്ഥലമൊക്കെ കൈമാറുമ്പോൾ കൃത്യമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാവും. എഗ്രിമെന്റ് എഴുതും. ഫാദർ എന്ത് ചെയ്യും? മകന് തന്റെ സമ്പത്തിൽ നിന്നുള്ള 10 സെന്റ് സ്ഥലം മകന് കൊടുത്തു. എന്തിന്റെ പേരില്? ലവ് ആൻഡ് അഫെക്ഷൻ. ആ സ്നേഹത്തിന്റെ പേരിൽ അച്ഛന് മകൻ എന്ത് ചെയ്തു? 10 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. കൃത്യമായിട്ട് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അച്ഛന് തന്റെ മകന് ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കുമ്പോൾ മകൻ തിരിച്ചെന്തെങ്കിലും കൊടുക്കും? എന്റെ ചോദ്യമാണ്. സ്നേഹത്തിന്റെ മേല് കൊടുക്കണേണ് കേട്ടോ, പൈസക്ക് വേണ്ടി കൊടുക്കല്ല, സ്നേഹത്തിന്റെ മേല് കൊടുക്കണേണ്. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യില്ല? യെസ്, മകൻ എന്ത് ചെയ്യില്ല? ഒന്നും കൊടുക്കില്ല അല്ലെ. കാരണം മകൻ അത് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ കൺസിഡറേഷൻ ഇല്ല. പക്ഷെ അത് എന്തെന്നെയാണ്? കോൺട്രാക്ട് തന്നെയാണ്. കണ്ടോ, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് കോൺട്രാക്ട് ആണ്. അച്ഛനും മകന് സ്ഥലം കൊടുത്തത് ഒരു കോൺട്രാക്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത്, ചില കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനെന്തായിട്ട് പരിഗണിക്കും? നമ്മൾ കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കും. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു എഗ്രിമെന്റ് ബേസ്ഡ് ഓൺ ലവ് ആൻഡ് അഫെക്ഷൻ, ഒരു സ്നേഹത്തിന്റെ മേലില് കൊടുക്കുന്ന എഗ്രിമെന്റ്. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ എൻ്റെ വൈഫിന് ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിക്കൊടുത്തു അല്ലെ. ഒരു സ്നേഹത്തിന്റെ മേലെ ഞാൻ എൻ്റെ വൈഫിന് വാങ്ങിക്കൊടുത്താണ്. ഓക്കെ, അതിന് പകരം തിരിച്ചവൾ എനിക്കൊന്നും തരൂല്ല, അഥവാ കൺസിഡറേഷൻ ഒന്നും തരില്ല. പക്ഷെ അതെന്തെന്നെയാണ്? ഒരു കോൺട്രാക്ട് ആയിട്ട് തന്നെയാണ് അത് പരിഗണിക്കുക. ഒരു കോൺട്രാക്ട് ആയിട്ടാണ് ഞാനത് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, റെഡി. ദെൻ രണ്ടാമത്തത് വോളണ്ടറി സർവീസസ്, അഥവാ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോ ഞാനിങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പൊ എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. ഞാൻ നോക്കുമ്പോൾ അതിൽ ഒരുപാട് പൈസ ഉണ്ട്, കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, ലൈസൻസും ആധാർ കാർഡും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അഡ്രസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അയാൾക്ക് തിരിച്ചു കൊണ്ടേ കൊടുത്തു. അതെനിക്ക് നിർബന്ധമാണ്. പേഴ്സ് സംഭവം കളഞ്ഞു കിട്ടിയതാണ്, അതെനിക്ക് എടുക്കാൻ പറ്റില്ല. അത് നിയമപ്രകാരം ഞാൻ എന്ത് ചെയ്യണം? അയാൾക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പേഴ്സ് ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുത്ത അയാൾ എനിക്ക് എന്തെങ്കിലും തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു 1000 റുപ്യ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. യെസ്, അതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. കാരണം ആ പേഴ്സ് അദ്ദേഹത്തിന് കളഞ്ഞു പോയതാണ്, അതിന്റെ കയ്യിൽ കിട്ടി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ്, അതാണ് വോളണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. നമ്മൾ സ്വമേധ എടുക്കുന്ന ചില സേവനങ്ങൾ, അതിനൊന്നും എന്ത് ചെയ്യൂല, നമുക്ക് കൺസിഡറേഷൻ കിട്ടൂല. പക്ഷെ അതെന്തായിട്ട് തന്നെ മാറും? കോൺട്രാക്ട് ആയിട്ട് മാറും. സപ്പോസ് ആ പേഴ്സൺ എനിക്ക് കളഞ്ഞിട്ടി, ഞാൻ അത് കൊടുത്തില്ല എന്ന് വെച്ചോളി. പിന്നീട് എപ്പോഴോ അത് തെളിയിക്കപ്പെട്ടു, അത് എനിക്കാണ് കിട്ടിയതെന്നോ, ഇല്ല അവിടെ ഒരു CCTV ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അവർ ട്രേസ് ചെയ്തപ്പോൾ ഞാനാണ് കിട്ടിയതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ കേസ് വരും. അതൊരു കോൺട്രാക്ട് ആയിട്ടാണ് കേസ് വരിക കേട്ടോ. കാരണം അത് കിട്ടിയാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്യമാണ്. ഞാൻ അത് ചെയ്തില്ല, അതുകൊണ്ട് അത് ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത പോലെയാണ്. ആ രൂപത്തിലായിരിക്കും അതിന്റെ കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് വോളണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കുറെ സർവീസുകൾ, അതിനൊന്നും എന്ത് കിട്ടൂല? കൺസിഡറേഷൻ ഒന്നും കിട്ടൂല. പക്ഷെ അതെന്തായിട്ട് മാറും? കോൺട്രാക്ട് ആയിട്ട് മാറും. അടുത്തത് ടൈം ബെയർഡ് ഡെപ്റ്റ്, അഥവാ സമയമായിട്ടുണ്ട്. നോക്കിയേ, written promises to pay time beared debt are enforceable without consideration. അതായത് ഇന്നിപ്പോ ജൂലൈ 31 ആണ്. ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുക്കണം, ഒരു 10,000 രൂപ ഒരാൾക്ക് പണം കടം കൊടുക്കാണ്ട്. ഞാൻ ഡേറ്റ് പറഞ്ഞത് ജൂലൈ 31 തിരിച്ചു തരുന്ന. ജൂലൈ 31 എനിക്ക് കൊടുക്കാൻ പൈസ കിട്ടിയില്ല, പൈസ എത്തിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 10,000 കൊടുക്കാണെങ്കിൽ ഒരു 5,000 രൂപ അയാൾക്ക് കൊടുക്കണം. 5,000 അയാൾക്ക് കൊടുത്ത്, എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തു. ബാക്കി 5,000 രൂപ എനിക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് കൊടുത്തു അല്ലെ. ഞാൻ ഈ എഗ്രിമെന്റ് അദ്ദേഹത്തിന് കൈമാറിയല്ലോ. ആ എഗ്രിമെന്റിന് പകരം അയാളൊന്നും തരൂല അല്ലെ. എഗ്രിമെന്റ് അയാൾ കൊടുത്തു, ഒരു കോൺട്രാക്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കി. അയാൾ അതിന് എനിക്ക് പ്രതിഫലം തരൂല, അയാളല്ല തരുന്നത്, ഞാൻ അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളാ അല്ലെ. അപ്പൊ അതാ പറഞ്ഞത് ടൈം ബെയർഡ് ഡെപ്റ്റ്. ടൈം ബെയർഡ് ഡെപ്റ്റ് പറഞ്ഞാൽ കടം അവധി തീർന്ന, അവധി എത്തിയ കടം, അതാണ് അതിന് മലയാളത്തിൽ പറയാം കേട്ടോ, അവധി എത്തിയ കടം. അപ്പൊ അതിന്റെ മേലിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കിട്ടൂല? എനിക്ക് കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതെന്ത് തന്നെയാണ്? കോൺട്രാക്ട് ആണ്. അപ്പൊ അവധി എത്തിയ കടത്തിന്റെ മേലില് ഞാൻ ഒരു എഗ്രിമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതും തന്നെയാണ് കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്ട് ആണ്. അടുത്തത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് സമ്മാനങ്ങൾ അല്ലെ. ഓക്കെ, അപ്പോ സമ്മാനം കൊടുക്കുമ്പോ അവിടെ ഒന്നും എന്തുണ്ടാവില്ല? കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഞാൻ എൻ്റെ വൈഫിന് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, അതിന്റെ പകരം അവിടെ എനിക്കൊന്നും തരൂല, കൺസിഡറേഷൻ ഒന്നുമില്ല. പക്ഷെ അത് എന്തായിട്ടാണ് കൂട്ടുക?
നമ്മളൊരു കോൺട്രാക്ട് ആയിട്ട് തന്നെയാണ് അതും കണക്കാക്കുന്നത്. അടുത്തത് ഏജൻസി ഇല്ലേ. ഇപ്പൊ ഒരു ഏജൻസിയെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ തിരുവനന്തപുരത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏജൻസി സെറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ഏജൻസി എന്നാൽ എന്താണ്? കോൺട്രാക്ട് ആണ്. ഞാനൊരു ഏജന്റിനോട് പറയാണ്, നിങ്ങളാണ് ഈ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ അല്ലെ. ആ ഏജൻസി ഉണ്ടാക്കണേന് എന്ത് ചെയ്യൂല, അയാൾക്ക് ഞാൻ പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും കൊടുക്കില്ല. പിന്നെ അയാൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കമ്മീഷൻ കൊടുക്കും, അത് വേറെ. ആ ഏജൻസി ഉണ്ടാക്കണേന് ഞാൻ എന്ത് ചെയ്യൂല, ഒരു കൺസിഡറേഷൻ കൊടുക്കില്ല. പക്ഷെ ആ ഏജൻസി ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു കോൺട്രാക്ടിന്റെ ഭാഗമാണ്. അടുത്ത ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ക്യാൻ ബി മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ അല്ലെ. ഇപ്പൊ നമുക്ക് കുറെ ഗ്യാരണ്ടി ഇട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു വർഷത്തേക്ക് നമുക്ക് ഗ്യാരണ്ടിക്ക് സെപ്പറേറ്റ് അവർ കൺസിഡറേഷൻ ഒന്നും വാങ്ങില്ല. ഗ്യാരണ്ടി എന്നുള്ളത് വലിയൊരു കോൺട്രാക്ട് ആണ് അല്ലെ. നമ്മൾ ആലോചിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി അല്ലെ. ഫ്രിഡ്ജിന് നമ്മളൊരു എത്ര 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 വർഷത്തെ ഗ്യാരണ്ടി ഒന്നും. ആ ഗ്യാരണ്ടി തരുന്നതിന് നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കുന്നില്ല അല്ലെ, വേറെ എക്സ്ട്രാ ഫണ്ട് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ 2 വർഷം എന്തുണ്ട്, നമ്മുടെ ഫ്രിഡ്ജ് കമ്പനി തമ്മിലൊരു ഒരു കോൺട്രാക്ട് ഉണ്ട് അല്ലെ. 2 വർഷത്തിനകം നമ്മുടെ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവർ ഇങ്ങോട്ട് വരണം, ശരിയാക്കി തരണം അല്ലെ. അപ്പൊ ഗ്യാരണ്ടി എന്നുള്ളത് എന്തെന്നെയാണ്? ഒരു കോൺട്രാക്ട് ആണ് വിത്തൗട്ട് കൺസിഡറേഷനും ഇല്ലാത്ത ഒരു കോൺട്രാക്ട് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അടുത്ത റെമിഷൻ എന്ന് പറയും. എഗ്രിമെന്റ് ടു റിസീവ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ. ഓക്കെ, അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കടാണ് കേട്ടോ, ടൈം ബാരഡ് ഡെപ്റ്റ് എന്നാണല്ലോ, അവധിത്യ കടം. അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് റെമിഷൻ. നമുക്ക് എത്രയാണോ ഡ്യൂ ആയിട്ടുള്ളത്, നോക്കിയ എഗ്രിമെന്റ് ടു റിസീവ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ അല്ലെ. എഗ്രിമെന്റ് പ്രകാരം നമുക്ക് എത്രയാണോ കിട്ടാനുള്ളത് അതിൽ നിന്നും കുറവ് പൈസ കിട്ടി, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു എഗ്രിമെന്റും കൂടെ അവിടെ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ പോയിന്റ് തന്നെയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാവില്ല, നമ്മൾ അതിന് പകരമായിട്ട് കൺസിഡറേഷൻ ഒന്നും കൊടുക്കൂല. പക്ഷെ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. എന്താ കോൺട്രാക്റ്റിൽ പറയുന്നത്? ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ ബാക്കി പൈസ മുഴുവൻ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും എന്തില്ല, കൺസിഡറേഷൻ ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ 7 കേസിൽ കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്തുണ്ടാവുന്നില്ല, കൺസിഡറേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ നോ കോൺട്രാക്ട് നോ കൺസിഡറേഷൻ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിന് എതിരായിട്ട് വരുന്ന 7 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോ ഒരു 5 മാർക്കിന് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പുതിയൊരു ടോപ്പിക്കാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അല്ലെങ്കിൽ പേഴ്സൺസ് നോട്ട് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റില് വരാത്ത ആളുകൾ, എങ്ങനെ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാൻ പറ്റാത്ത ആളുകൾ. ഇത് നമ്മൾ മുമ്പൊരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മൈനറിന്റെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും അവിടെ? മൈനറിന്റെ ഓപ്പോസിറ്റ് ആരാ, അല്ലെങ്കിൽ ആരാണ് മൈനർ? യെസ്, മൈനറിന്റെ ഓപ്പോസിറ്റ് ആണ് മേജർ അല്ലെ. മേജർ, വെരി ഗുഡ്. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന്റെ താഴെയുള്ള ആളല്ലേ? യെസ്, വെരി ഗുഡ്, അതാണ് മൈനർ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെ, നമുക്ക് അങ്ങനെ പറയാം. കുട്ടികൾക്കാണ് മൈനർ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അനുമതിയില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അവരങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കില്ല, അഥവാ അത് വാലിഡ് കോൺട്രാക്ട് അല്ല, വോയിഡ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാല് ഭ്രാന്തായിട്ടുള്ള, മീൻസ് മെന്റലി പ്രശ്നമുള്ള ആളുകൾ അല്ലെ, അവർക്കും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അവരും എന്താണ്, അവര് മൂലമുണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് വാലിഡ് ആവില്ല, വോയിഡ് ആയിരിക്കും. ഇപ്പൊ 2 ആള് പറഞ്ഞു, ഒന്ന് മൈനറിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, 2 അൺസൗണ്ട് മൈൻഡ് അഥവാ ഭ്രാന്തായിട്ടുള്ള ആളുകൾക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. മൂന്നാമത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ കോൺട്രാക്ടിങ് ബൈ എനി അതർ ലോ. വല്ല നിയമപ്രകാരവും നിയമത്തില് ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾ, ഇതോരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ നിയമത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾ, അവർക്ക് എന്താ പറ്റൂല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈ 3 കൂട്ടർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അപ്പൊ ആരൊക്കെയാണ് ഈ 3 കൂട്ടർ? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ആദ്യമായിട്ട് മൈനർ, നമ്മൾ പറഞ്ഞു 18 വയസ്സാവാത്ത ആളുകളെയാണ്, അഥവാ മെജോറിറ്റി എത്താത്ത ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന് വിളിക്കുന്നത്. ഇനി മൈനർക്കുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അതിൽ പറയാനുള്ളത് വോയിഡ് അഗ്രിമെന്റ്.
ഒരു മൈനർ എങ്ങാനും ഒരു കോൺട്രാക്റ്റിൽ എത്തിയാൽ അത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ വോയിഡ് ആണ്, അഥവാ വാലിഡ് അല്ല എന്നർത്ഥം. കാരണം നമ്മൾ പറഞ്ഞു മൈനർക്ക് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടാൻ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മൈനർ ഉൾപ്പെടുന്ന ഒരു കോൺട്രാക്ട് അത് തുടക്കം മുതലേ എന്താണ്, വോയിഡ് ആണ്, മീൻസ് വാല്യൂ ഇല്ലാത്തതാണ്. ഇനി അടുത്തത് ബെനഫിറ്റ് അലൗഡ്. ഇനി ഒരു മൈനർ കോൺട്രാക്റ്റിൽ വന്നു എന്ന് വെച്ചോളി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ കോൺട്രാക്ട്, ഹലോ ക്ലിയർ അല്ലേ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഓക്കെ 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 ആണല്ലോ അല്ലെ? സ്ക്രീനും വോയിസും ഓക്കെ ആണല്ലോ അല്ലെ? യെസ് യെസ്, റെഡി 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 റെഡി. ഓക്കെ, അപ്പോ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ തുടക്കം മുതൽ അതെന്താണ്, വോയിഡ് ആണ്, അഥവാ വാല്യൂ ഇല്ലാത്തതാണ്. രണ്ടാമത്തെ കേസ്, ഇനി ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ബെനഫിറ്റ് അലൗഡ്, മൈനർ ക്യാൻ ബെനിഫിറ്റ് ഫ്രം കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൽ നിന്ന് അവനക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബെനിഫിറ്റുകളൊക്കെ സ്വീകരിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല അല്ലെ? ഒരു കോൺട്രാക്റ്റിൽ അഥവാ അവൻ ഇൻവോൾവ് ആവിയാൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടീഷൻസ് ഒക്കെ വെച്ച് അതിൽ ഇൻവോൾവ് ആയാൽ അതിൽ നിന്ന് ബെനിഫിറ്റ് അവനക്ക് സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ പാർട്ണർഷിപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിൽ പറയുന്നുണ്ട് മൈനറിനെ കുറിച്ച്. പാർട്ണർഷിപ്പിൽ ഒരു മൈനർ പാർട്ണർ ആവാൻ പറ്റൂല നോർമൽ കേസിൽ. ഇനി ചില എക്സംഷൻസ് കേസ് ഉണ്ട്, അതിലങ്ങനെ മൈനർ പാർട്ണർ ആയി കഴിഞ്ഞാൽ അവനക്ക് എന്ത് ചെയ്യാം, അതിന് ബെനിഫിറ്റ് ഒക്കെ എടുക്കാം. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ആ മൈനറിന് മേലിടാൻ കഴിയില്ല, നഷ്ടം വന്നാൽ അത് മൈനറിന് കൊടുക്കില്ല. പകരം ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ മൈനർക്ക് അത് എടുക്കുകയും ചെയ്യാം. അഥവാ പോസിറ്റീവ് സൈഡ് അവനക്ക് സ്വീകരിക്കാം, നെഗറ്റീവ് സൈഡ് അവൻ എടുക്കേണ്ട ആവശ്യമില്ല, ലയബിലിറ്റി ഇല്ല. യെസ്, വെരി ഗുഡ്, സെലീന പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എന്ന പോലെ ഒരു മൈനർക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിലെ ബെനിഫിറ്റ് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. നോ റാറ്റിഫിക്കേഷൻ, മൈനേഴ്സ് ഓക്കെ, മൈനസ് can ratify cannot ratify contract after turning 18 അല്ലെ? അപ്പൊ മൈനർ എന്നുള്ളത് ആ ഒരു 18 വയസ്സ് വരെയാണ്. ഇനി 18 വയസ്സായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, അതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. 18 വയസ്സായി എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷന് ഇപ്പോ ഒരു സപ്പോസ് ഒരു കുട്ടിക്ക് 15 വയസ്സാണ്, ഇപ്പൊ അവന് കോൺട്രാക്റ്റിൽ ഏർപ്പെടട്ടെ, പിന്നെ 18 എന്ത് ചെയ്യാം, നേരെ അവനെ ഒരു കോൺട്രാക്റ്റിലേക്ക് മാറ്റാം, ടേൺ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. 18 അവൻ എന്ത് ചെയ്യാം, ഒരു മേജർ ആയല്ലോ, പിന്നെ പുതിയൊരാളെ പോലെ എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിലേക്ക് വരാം. അതല്ലാണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ മൈനർ ആയിട്ട് കിടക്കട്ടെ, 18 കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവനെ മേജർ ആക്കിയിട്ട് മാറ്റാം എന്നുള്ള അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും കോൺട്രാക്റ്റിൽ ഇല്ല. അടുത്തത് പാരന്റ് ഓർ ഗാർഡിയൻ ലാബിലിറ്റി. പാരന്റ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മൈനർക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. നോക്കിയാൽ പാരന്റ്സ് ഓർ ഗാർഡിയൻ can enter contract for minors കണ്ടോ, പാരന്റ്സിന് മൈനറിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ സപ്പോസ് ഒരു കേസ് ഉണ്ടായാൽ, ഒരു പോലീസ് കേസ് ഉണ്ടായി, ഒരു മൈനർ ബൈക്ക് ഓടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായിന്ന് വെച്ചോളി. പോലീസ് കേസായ ആ മൈനറിനെ മാത്രമല്ല ഇപ്പൊ നേരെ പാരന്റ്സിനാണ് പോലീസ് കോൾ ചെയ്യുക. ആ രക്ഷിതാവും അതിന് ലയബിൾ ആണ്, ആ രക്ഷിതാവിനെതിരെയും കേസ് വരും. മൈനറെതിരെ ഓൾറെഡി കേസ് വരും, അതിന്റെ പുറമെ ആ പാരന്റിന്, ആ രക്ഷിതാവ് ആരാണ് അയാൾക്കെതിരെയും ആ കേസ് വരും. എന്നപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാം, പാരന്റ്സിന് വേണമെങ്കിൽ പേരിൽ എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പാരന്റ്സ് ഓർ ഗാർഡിയൻ ക്യാൻ എൻറ്റർ കോൺട്രാക്ട് ഫോർ മൈനർ, മൈനർക്ക് വേണ്ടി എന്ത് ചെയ്യാം, അവന്റെ പാരന്റിന് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഈ ബെനിഫിഷ്യൽ അത് മെറിറ്റ് ആണെങ്കിൽ കേട്ടോ, അഥവാ നഷ്ടം വരുന്നാണെങ്കിലൊക്കെ ആര് സഹിക്കേണ്ടി വരും, ആ പാരന്റ് സഹിക്കേണ്ടി വരും. ലാഭം ആർക്ക് കൊടുക്കുക, മൈനർ കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ അതിന്റെ കേസ് വരിക. നഷ്ടം എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലും മൈനറിന്റെ തലയ്ക്ക് ഇടരുത്, അത് പാരന്റ് തന്നെ സഹിക്കണം. ലാഭമാണെങ്കിൽ അത് ആരെടുക്കും, മൈനർ എടുക്കും ചെയ്യും. ഓക്കെ, ദെൻ അഞ്ചാമത്തത് നെസസറീസ്. മൈനേഴ്സ് പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ്ഡ് ടു പേ ഫോർ ദ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പൊ മൈനർക്ക് സ്വത്തുണ്ട്, മൈനർക്ക് നല്ല സ്വത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനത്തെ കേസിൽ ഇപ്പൊ സപ്പോസ് പാരന്റ്സിന് എന്ത് ചെയ്യാം, മൈനറിന്റെ സ്വത്ത് എടുക്കാൻ പറ്റും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്യാവശ്യങ്ങൾക്ക്, അതാണ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ് സർവീസസ്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് എമർജൻസി ആയിട്ട് വരുന്ന അത്യാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് മൈനറുടെ സമ്പത്ത് എടുക്കാം.
ഇപ്പൊ സപ്പോസ് പാരന്റ്സിന്റെ അടുത്ത് പൈസ അല്ല, മൈനർ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സിംഗർ ഒക്കെ ആണെന്ന് വെച്ചോളി, ഒരുപാട് സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ച് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പാരന്റ്സിന് എന്ത് ചെയ്യാം, മൈനറിന്റെ സമ്പത്ത് എടുക്കാം. എന്തിനു മാത്രം? ഫോർ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അത്യാവശ്യമായിട്ടുള്ള ഗുഡ്സ് സർവീസിന് വേണ്ടിയിട്ട് മൈനറുടെ പൈസ എടുക്കുന്നതിന് കുഴപ്പമില്ല, അത്യാവശ്യത്തിന് കേട്ടോ. അടുത്തത് ടോട്ട് ലയബിലിറ്റി. മൈനേഴ്സ് ആർ ലയബിൾ ഫോർ റോങ് അഥവാ ടോട്ട് കമ്മിറ്റഡ്. ഇനി സപ്പോസ് നമ്മൾ മൈനറിന് കുറെ ഓഫർ ഒക്കെ പറഞ്ഞു, ഇനി മൈനർ എന്തെങ്കിലും തരികിട ചെയ്താൽ, കണ്ട, മൈനറിന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിനവനും ബാധ്യസ്ഥനാണ് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൈനർ ഒരു ബൈക്ക് ഓടിച്ച് ആക്സിഡന്റ് ആയി, അവനെന്ത് ചെയ്യും, അവനെ അറസ്റ്റ് ചെയ്യും, അവനെ ജയിലിലിടും. സാധാരണ ജയിലല്ല, നമ്മൾ അതിനെന്താ പറയാ, ഈ കുട്ടികളുടെ ജയിലുണ്ടല്ലോ, എന്താ പറയാ, ആർക്കറിയാ? ഓക്കെ അല്ലെ, അങ്ങനെ എന്തൊരു പീഡനോ എന്തൊരു പേരുണ്ടല്ലോ അതിന്. ഓക്കെ, അപ്പൊ മൈനറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും, മൈനറിനെയും അറസ്റ്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ മൈനറും അതിൽ ലയബിൾ ആണ്, കമ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പോ യെസ്, ജുവൈനൈൽസ് ഹോം. ഓക്കെ, വാസന്ത പറഞ്ഞ പോലെ ജുവനൈൽസ് ഹോമുകൾ ഉണ്ട്, കുട്ടികളിടുന്ന ജയിലുകൾ. അപ്പൊ അതിലേക്ക് അതൊക്കെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പോ മൈനറാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാൻ നിൽക്കണ്ട, അവനും തന്നെയാണ് ലയബിൾ തന്നെയാണ്. എന്തെങ്കിലും റോങ്ങുകൾ ചെയ്താൽ, തെറ്റുകൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും അവനും തന്നെയാണ് അതിന് ലയബിൾ ആണ്. ദെൻ മൈനർ ആസ് ഏജന്റ്. മൈനർ ക്യാൻ ആക്ട് ഏജന്റ് വിത്തൗട്ട് പേഴ്സണൽ ലയബിലിറ്റി. മൈനർക്ക് എന്ത് ചെയ്യാം, ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം വിത്തൗട്ട് പേഴ്സണൽ ലയബിലിറ്റി. അതും നമ്മൾ ഓർക്കണം, ലയബിലിറ്റി എന്തുണ്ടാവില്ല, അവന്റെ മേല് വരൂല. ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് നടത്താണ്, എന്റെ ഒരു ഏജന്റ് ആയിട്ട് ഞാൻ ഒരു മൈനർ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ബെനിഫിറ്റ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും, ലയബിലിറ്റി വന്നാൽ ഞാൻ തന്നെ അറിയേണ്ടി വരും അല്ലെ. അത് മൈനറിന്റെ തലയ്ക്ക് ഇടരുത്, ബെനിഫിറ്റ് ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാം, മൈനർ ഒരു ഏജന്റ് ആയിട്ട് ഇടാൻ പറ്റും, അതിന് കുഴപ്പമില്ല. മൈനർ ആസ് എ പാർട്ണർ. മൈനേഴ്സ് cannot be partners but can benefit from the partnership with consent. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു മൈനർക്ക് എന്താവാൻ പറ്റൂല, പാർട്ണർ ആവാൻ പറ്റൂല. ഇനി ഏതെങ്കിലും കേസിൽ അവന് ആ പാർട്ണർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ് ഒക്കെ അവർക്ക് എടുക്കുകയും ചെയ്യാം. ബെനിഫിറ്റ് എടുക്കാം, പക്ഷെ എന്ത് കിട്ടൂല, അതിന്റെ ലയബിലിറ്റി അവന്റെ മേല് വരില്ല. നോക്കിട്ടോ, ഇതിലൊക്കെ പറയുന്നത് എന്താ, മൈനറെ പ്രൊട്ടക്ട് ചെയ്യാണ് അല്ലെ. കാരണം കുട്ടി എന്നുള്ള ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്, എല്ലാത്തിനും അവനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ പോയിന്റിലും വരുന്ന കാര്യം, മെയിൻ ആയിട്ട് അതാണ് അല്ലെ. നോ ഇൻസോൾവൻസി. ഇൻസോൾവൻസി എന്ന പാപ്പരാവുന്നല്ലേ, ഒരാളെ ഒരു കോടതി ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇൻസോൾവെന്റ് എന്ന വാക്ക് ഓർത്ത് വെക്കുക, പാപ്പരാവും. ഒരാൾ കുറെ ആളുകൾക്ക് പണം കടം കൊടുക്കാറുണ്ട്, അപ്പൊ കോടതി എന്ത് ചെയ്യുന്ന അറിയോ, എല്ലാവരും കൂടെ കൂടിയിട്ട് അവനക്കെതിരെ കേസ് കൊടുത്തു. കോടതി അവന്റെ എല്ലാ സ്വത്തും കണ്ടുകെട്ടും, അവന്റെ വീടും അവനെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്, വാഹനങ്ങൾ, അവന്റെ എന്തൊക്കെ സ്വത്തുണ്ടോ അത് കംപ്ലീറ്റ് കോടതി കണ്ടുകെട്ടും. മീൻസ് കോടതി ഏറ്റെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ അത് വീതിച്ചു കൊടുക്കും. ഫുള്ളൊന്നും കിട്ടൂല, പറ്റുന്ന പോലെ ഉള്ള പോലെ എന്ത് ചെയ്യും, വീതിച്ചു കൊടുക്കും. എന്നിട്ട് കോടതി അവനെ ഇൻസോൾവൻസി ആയിട്ട് പ്രഖ്യാപിക്കും, പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അവന്റെ അടുത്ത് എന്ത് ചെയ്യരുത്, പൈസ വാങ്ങരുത്. കാരണം അവനൊന്നുമില്ല എന്നുള്ളത് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് പൈസ കൊടുക്കണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, അവര് അവന്റെ അടുത്ത് വാങ്ങരുത് എന്നാണ് നിയമം. അങ്ങനെ ഇൻസോൾവൻസി ആയിട്ട് പ്രഖ്യാപിച്ച ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അഗ്രിമെന്റിലൊന്നും അതുപോലെ ബിസിനസ്സിലൊന്നും ഇൻവോൾവ് ആവാൻ കഴിയില്ല. എന്നപോലെ ഒരു മൈനർ ഒരിക്കലും ഇൻസോൾവൻസി ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഒരു മൈനറെ ഇൻസോൾവൻസി ആയിട്ട് അഥവാ പാപ്പരായിട്ട് പ്രഖ്യാപിക്കാൻ കോടതിക്ക് അനുവാദമില്ല. കാരണം മൈനർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവന് ഈ കോൺട്രാക്ച്വൽ കപ്പാസിറ്റിയിൽ നിന്നൊക്കെ പുറത്താണ്. കോൺട്രാക്ട് ഒന്നും മൈനറുമായിട്ട് ചെയ്യാൻ പറ്റില്ല നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ അവനൊരിക്കലും ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാനും കഴിയില്ല. ഇതാണ് മൈനറുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസ്. ഇതൊന്നും അത്ര അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ എഴുതാന്നുള്ള രൂപത്തിലൊന്നും ഓർത്ത് വെക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആള് മൈനർ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആളുകൾ അല്ലെ. ഒന്ന് നമ്മൾ പറഞ്ഞു മൈനർ പറഞ്ഞു. രണ്ടാമത് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് പറഞ്ഞാൽ അല്ലെ, മൈൻഡ് സൗണ്ട് ഇല്ലാത്തത് എന്നല്ല. എന്താണ് അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞത്, ഒരു ഭ്രാന്തനായിട്ടുള്ള ആളുകൾ അല്ലെ. നോക്കിയേ, എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ടു ബി അൺസൗണ്ട് മൈൻഡ് ഇഫ് ദേ ആർ, അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് ഇതാണ്, ഇൻകാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആള്, ഇൻകാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റും അതിന്റെ ഫോർമാലിറ്റീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അൺസൗണ്ട് മൈൻഡ് എന്ന് വിളിക്കുക, അൺസൗണ്ട് മൈൻഡ്. അപ്പോ
ഇല്ല, ഇപ്പൊ നിങ്ങൾ ഒരു ഭ്രാന്തനെ എടുത്ത് നോക്കിയേ, അയാൾക്ക് അതിന്റെ റൂൾസും അതിന്റെ റെഗുലേഷൻസും അതിന്റെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ഒന്നും അയാൾക്ക് അറിയില്ല അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അപ്പൊ ആരാണ് അൺസൗണ്ട് മൈൻഡ് എന്നോട് പറയാണ്, ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫോമിങ് എ റേഷണൽ ജഡ്ജ്മെന്റ്, കൃത്യമായിട്ട് അയാൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായിട്ട് ഒരു ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത ആളെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. 3 ടൈപ്സ് അൺസൗണ്ട് മൈൻഡ് ഉണ്ട്. 1 ഇഡിയറ്റ്, 2 ലൂണാറ്റിക്, 3 ഡ്രങ്കൻ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൾക്കാരുണ്ട്. 1 ഇഡിയറ്റ്. ഇഡിയറ്റ് എന്നുള്ളതിന്റെ അർത്ഥം എ പേഴ്സൺ ഹു ഹാവ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ദെയർ മെന്റൽ ഫാക്കൾട്ടീസ്. അയാളുടെ മാനസികമായിട്ടുള്ള കഴിവുകൾ മുഴുവനും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത് അല്ലെ. മീൻസ് നമ്മൾ ഭ്രാന്തൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരാള്, അയാൾക്ക് എന്ത് ചെയ്യുക, മെന്റലായിട്ട് പ്രശ്നമുണ്ട് അല്ലെ. ഒരുപാട് പേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ മെന്റലായിട്ടുള്ള ഒരു ഡിസിഷൻസ് ഒന്നും അവർക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് കളിയാക്കിയിട്ടുള്ളതല്ല കേട്ടോ, ഇതൊരു വാക്കാണ്. ഇഡിയറ്റ് എന്നുള്ള ഒരു ടേമാണ് നമ്മൾ പൊതുവെ കളിയാക്കിയിട്ടൊക്കെ പറയാറുള്ളത് അല്ലെ. ശരിക്കും ഭ്രാന്തൻ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അതിൽ വരുന്നത് കേട്ടോ. രണ്ടാമത്തത് ലൂണാറ്റിക്. ലൂണാറ്റിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഇസ് മെന്റലി deranged but maybe have lucid intervals of sound mind. അതായത് ഇയാൾ ഫുൾ ടൈം എന്തല്ല ഒരു ഭ്രാന്തനായിട്ട് നിൽക്കുന്ന ആളല്ല. ലൂണാറ്റിക് എന്ന് പറഞ്ഞാല് ചില സമയത്ത് അയാൾക്ക് ഓർമ്മൊക്കെ ഉണ്ടാവും, ബോധമൊക്കെ ഉണ്ടാവും, കറക്റ്റ് ആണ്. പക്ഷെ ചില സമയത്ത് എന്താവും, അയാളുടെ മൈൻഡ് ആകെ തീരുമാനമാവും. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചിലപ്പോ നമ്മൾ നല്ല പ്രായമൊക്കെ ആയ ആളുകൾ മറ്റേ വിഷാദരോഗമൊക്കെ വന്നാല്, വിഷാദരോഗം തന്നെയാണ് അതിന് പറയാ, അതൊക്കെ വന്നാല് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താറുണ്ട്, ലൂണാറ്റിക്. അതായത് ചില സമയത്ത് അവർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അറിയും, കറക്റ്റ് അറിയും. പക്ഷെ ചില സമയത്ത് കൃത്യമായിട്ടൊരു കുട്ടികളെ കാട്ടിക്കൂട്ടൽ, ഒരു ഭ്രാന്തന്മാരെ കാട്ടിക്കൂട്ടലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ലൂണാറ്റിക് എന്ന് പറഞ്ഞാൽ. മെന്റലി ഓക്കെയാണ് ചില സമയങ്ങളിൽ അവരെന്താവും, അൺസൗണ്ട് മൈൻഡോ, ചില സമയത്ത് സൗണ്ട് മൈൻഡ് ആയിക്കാരം, ചില സമയത്ത് അൺസൗണ്ട് മൈൻഡ് ആയിക്കാരം അല്ലെ. ഇങ്ങനത്തെ ആളുകളെയാണ് ലൂണാറ്റിക് എന്ന് വിളിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. മൂന്നാമത്തത് അല്ലെ, ഞാൻ പറയുമ്പോൾ ഏറ്റവും വലിയ പിരാന്തൻ ഇതാണ്, ഡ്രങ്കൺ, വെള്ളടിക്കുന്ന ആള്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആള് അല്ലെ. എ പേഴ്സൺ ഹു ഈസ് സോ ഡ്രങ്ക് ഓർ ഇൻടോക്സിക്കേറ്റഡ് that they cannot understand the terms and terms of the contract. അയാൾ സത്യത്തിൽ എന്തില്ല, ബുദ്ധിയുള്ള ആൾ തന്നെയാണ്, പക്ഷെ വള്ളടിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അയാളുടെ ബുദ്ധിനെ കളഞ്ഞു. കണ്ടുപിടിച്ച ഒരാളായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട എന്തൊക്കെ അവസ്ഥ അല്ലെ. അയാൾക്ക് എന്താ പറയാ, എന്തൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ 10 ലക്ഷം വീട് ചിലപ്പോൾ 10 റുപ്യൊക്കെ അയാൾ എഴുതി തരും അല്ലെ. അപ്പൊ അതാണ് അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള കോൺട്രാക്ട് എന്താണ്, വാലിഡ് അല്ല, വോയിഡ് ആണ്. അപ്പൊ നമ്മൾ 2 കേസ് പറഞ്ഞു. ഒന്ന് മൈനറിന്റെ കേസ് അല്ലെ, മൈനറുമായിട്ടുള്ള കോൺട്രാക്ട് വാലിഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് അൺസൗണ്ട് മൈൻഡ് പറഞ്ഞു. ആ അൺസൗണ്ട് മൈൻഡുള്ള ആളുടെയും കോൺട്രാക്ട് വാലിഡ് അല്ല. അൺസൗണ്ട് മൈൻഡിൽ ഇഡിയറ്റ്, ലൂണാറ്റിക്, ഡ്രങ്കൺ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് പറഞ്ഞു. മൂന്നാമത്തെ കേസ് ഏതാർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ, ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആളുകൾ. 1 മൈനർ, 2 അൺസൗണ്ട് മൈൻഡ്, 3 ആരാണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളി അല്ലെ. 3 കേസിലാണ് നമ്മൾ പറഞ്ഞത്. തേർഡ് കേസ്, യെസ്, ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. ക്രിമിനൽ എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. സെലീന പറഞ്ഞ ക്രിമിനൽ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ പറയേണ്ടത് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. നിയമപ്രകാരം അഥവാ നോക്കിയേ, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾ, അവരെയാണ് മൂന്നാമത്തെ കേസ്. അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയും. ഒന്നാമത്തത് അലൈൻ എനിമി, നമ്മളെ ശത്രു മീൻസ് രാജ്യത്തിന്റെ ശത്രു അല്ലെ. ഡ്യൂറിങ് വാർ, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പൊ സപ്പോസ് ഇന്ത്യ അമേരിക്ക നമ്മൾ യുദ്ധമാണെന്ന് വെച്ചോളി. ഇന്ത്യ അമേരിക്ക തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ശത്രു അമേരിക്കയാണ്. അപ്പൊ അമേരിക്കത്തെ ഒരാളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അനുമതിയില്ല, യുദ്ധം നടക്കുന്ന അവസരത്തിൽ മാത്രം കേട്ടോ. ഓക്കെ, അല്ല ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ യുദ്ധം നടക്കണമെന്ന് വെച്ചോളൂ അല്ലെ. അപ്പൊ പാകിസ്ഥാനത്തെ ആളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അതാണ് അലൈൻ എനിമി എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കള്.
അത് യുദ്ധം നടക്കുന്ന അവസരത്തിലാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് ഒന്നാമത് നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആള് അലൈൻ എനിമി. രണ്ടാമത് ഇൻസോൾവെന്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പാപ്പരായ ആളുകൾ അല്ലെ, അവരുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റും ഏർപ്പെടാൻ കഴിയില്ല. അത് നിയമപ്രകാരമാണ് കേട്ടോ അല്ലെ. ഒരാളെ കോടതി പ്രഖ്യാപിക്കുകയാണ്, അവൻ ഇൻസോൾവെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചു, ഇനി അവനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിലും ഏർപ്പെടാൻ കഴിയില്ല. മൂന്നാമത് ഫോറിൻ സോവറൈൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സ്, അതായത് വിദേശികൾ നോക്കാം, ക്യാൻ എൻറ്റർ കോൺട്രാക്ട് ബട്ട് സ്യൂട്ട് cannot be filed against them without central government sanction. നമ്മൾ വിദേശികളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അങ്ങനത്തെ കേസിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കെതിരെ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, വിദേശികൾ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഇപ്പൊ ഞാൻ അമേരിക്കത്തെ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അയാൾ എന്തെങ്കിലും എന്നെ ചീറ്റ് ചെയ്തു, എനിക്ക് കേസ് കൊടുക്കണമെങ്കിൽ ആരനുമതി വേണം? സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി വേണം. നമ്മുടെ സുപ്രീം കോർട്ടിലെ ആ കേസ് വാദിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഫോറിൻ സോവറൻസ്, അതുപോലെ ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്നത് വൈദേശികർ. അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടാം, പക്ഷെ കേസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആരനുമതി വേണം? കൊടുക്കാൻ പറ്റില്ല എന്നല്ല, കൊടുക്കാം. ആരനുമതി വേണം? സെൻട്രൽ ഗവൺമെന്റിന് അനുമതി വേണം. കാരണം നമ്മളൊരു കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ രാജ്യത്തിലേക്ക് അതിന് ഓപ്പോസിറ്റ് കേസ് കൊടുക്കുക. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തെ അത് ബാധിക്കുന്ന വിഷയമാണ്. ഓക്കെ, ദെൻ നാലാമത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അല്ലെ, ഈ കമ്പനിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. കമ്പനിയുമായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ. നമ്മൾ പറയും ജീവനുള്ള ഒരാളെ പോലെയാണ് നമ്മൾ കമ്പനിയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ. കൃത്യമായിട്ട് ഒരു ജീവനുള്ള ഒരാളുമായിട്ട് ഇടപെടുന്ന പോലെയാണ് നമ്മൾ കമ്പനിയുമായിട്ട് ഇടപെടുക. അപ്പൊ കമ്പനിയുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. കമ്പനിയുമായിട്ട് കേട്ടോ, കമ്പനിയുടെ ആൾക്കാരുമായിട്ട് പറ്റും. കാരണം എന്തേ, അത് ഒറിജിനൽ പേഴ്സൺ അല്ല, ഒരു വ്യക്തിയല്ല. ശരിക്കും നമ്മൾ ഒരു വ്യക്തിയായിട്ടൊക്കെ പരിഗണിക്കുമെങ്കിലും അതെന്തല്ല, ഒറിജിനൽ ഒരു പേഴ്സൺ അല്ല, ഒരു ഓൺലി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി അതുപോലെ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബെൻസുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അല്ലെ, BMW എനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം BMW എന്നുള്ള ജീവനുള്ള ഒരാളല്ല, ബെൻസ് എന്നുള്ളത് ജീവനുള്ള ഒരാളല്ല, അതൊക്കെ ഒരു കമ്പനിയാണ് അല്ലെ. അപ്പൊ ആ കമ്പനിയുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അടുത്ത ലാസ്റ്റ് കൺവിക്ട്സ്, അതായത് കനോട്ട് എൻറ്റർ കോൺട്രാക്ട് വൈൽ അണ്ടർഗോയിങ് ഇംപ്രിസ്മെന്റ് ബട്ട്. അപ്പോ ഇതാണ് നേരത്തെ സെലീന പറഞ്ഞത്, ക്രിമിനലുകൾ അഥവാ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവരുമായിട്ട് എനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഏതുവരെ അവര് റിലീസ് ആവണ വരെ കേട്ടോ. ജയിൽ ശിക്ഷ കഴിഞ്ഞ വരെ, റിലീസായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അവര് റിലീസായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത്രയാണ് കോടതി മുഖാന്തരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾ. ഈ ആളുകളുമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്, 3 ടോപ്പിക് അല്ലെ. 3 ആളുകളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. 1 മൈനർ, 2 അൺസൗണ്ട് മൈൻഡ്, 3 ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾ. ഓക്കെ, ആ 3ഉം റെഡി അല്ലേ? ഏകദേശം റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളി. മൈനർ, അതുപോലെ അൺസൗണ്ട് മൈൻഡ്, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഓക്കെ, റെഡി. ഓക്കെ, ഇനി കുറച്ചും കൂടെ പോയിക്കോട്ടെ, ഒരു 10 മിനിറ്റും കൂടെ എടുത്തോട്ടെ. എന്താണ് അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞാല് പിന്നെ അടുത്ത ചാപ്റ്ററിൽ 2 ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ഉള്ളൂ, കണ്ടിജന്റ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ക്വാസി കോൺട്രാക്റ്റും. ആ രണ്ടും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതോടുകൂടെ ഫസ്റ്റ് ബ്ലോക്ക് തീർന്നു. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഫ്രീ കൺസെന്റ് ഇത് നമ്മൾ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. ഫ്രീ കൺസെന്റ് ആവണം, അഥവാ സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ പറയണം ഒരു കോൺട്രാക്റ്റില്. ഓഫർ അക്സെപ്റ്റൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കില്ല. അപ്പൊ ആ ഫ്രീ കൺസെന്റിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമ്മൾ, അതൊന്ന് വിശദീകരിച്ച് പഠിക്കുകയാണ്. ഫ്രീ കൺസെന്റ് എന്താണ്? ഇഫ് ദ കൺസെന്റ് ഈസ് ദർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഓർ റിയൽ, then the contract will be voidable അല്ലെ. ഒരാൾ കോൺട്രാക്റ്റിന് സമ്മതിച്ചത് നോട്ട് ഫ്രീ, അയാളുടെ ഫ്രീ മൈൻഡോട് കൂടെ അല്ല,
അല്ലെങ്കിൽ അയാൾ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, അങ്ങനെയാണെങ്കിൽ അത് വോയിഡബിൾ ആണ്. വോയിഡബിൾ എന്താ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, വോയിഡ് അല്ല വോയിഡബിൾ അല്ലെ. വോയിഡബിൾ ആർക്കാ പറയാൻ പറ്റുക എന്താണ് വോയിഡബിൾ എന്നുള്ളത്? പറഞ്ഞോളൂ. It's the option of aggrieved. യെസ് യെസ്, വെരി ഗുഡ് അല്ലെ. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആർക്ക്? നമ്മുടെ ഓഫറിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, ഈ ഒരു ഓപ്ഷൻ ആർക്കുണ്ടാവും? ഓഫറിക്ക് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വോയിഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരാളുടെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ഒരാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതിനെ നമ്മൾ വോയിഡബിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ദ വേർഡ് ഫ്രീ കൺസെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെഷൻ 14. സെഷൻ 14 അതിനെ കുറിച്ച് പറയുന്നത് ഓഫ് ദ കോൺട്രാക്ട് ആക്ട്. അതിൽ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. സെഷൻ 15 കൊയേഷനെ കുറിച്ച് പറയുന്നുണ്ട്, 16 അണ്ടർ ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട്, 17 ഫ്രോഡ് പറയുന്നുണ്ട്, 18 മിസ് റെപ്രസെന്റേഷൻ പറയുന്നുണ്ട്, പിന്നെ 20, 21, 22 ഈ 3 സെഷനിലാണ് മിസ്റ്റേക്കിനെ കുറിച്ച് പറയുന്നത്. ഇത് ഓരോന്നും എന്താ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ, ചോദിക്കാറുണ്ട്. അപ്പോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രീ കൺസെന്റ്, ഫ്രീ കൺസെന്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊയേഷൻ സെഷൻ 15 പറയുന്നതാണ്. കൊയേഷൻ എന്ന് പറഞ്ഞാല് ത്രെറ്റ് ഓർ യൂസ് ഓഫ് ഫോഴ്സ് ടു ഒബ്റ്റെയിൻ കൺസെന്റ്. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട്, ഭീഷണി എന്നാണ് കൊയേഷന്റെ മീനിങ് കേട്ടോ. ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരാളെ കൗത്തിനൊക്കെ പിടിച്ച് കത്തിയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ തോക്കൊക്കെ കാണിച്ച് ഇപ്പൊ സൈൻ ചെയ്തില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭീഷണിയോട് കൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ത്രെഡ്സ് ഓർ യൂസ് ഓഫ് ഫോഴ്സ്. ഭീഷണിപ്പെടുത്തിയിട്ടോ അയാളെ ഫോഴ്സ്ഫുള്ളി ആയിട്ടോ അല്ലെ, വളരെ നമ്മൾ ഫിസിക്കലൊക്കെ ആയിട്ട് മീൻസ് കത്തി ഇതൊക്കെ കാണിച്ചിട്ട് തോക്കൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് അയാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ഇതാ ക്യാൻ ബി ഫിസിക്കൽ ഓർ എക്കണോമിക്. അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അത് ഞാൻ പറഞ്ഞാൽ കത്തിയും തോക്കൊക്കെ കാണിച്ചിട്ട് അയാളെ പേടിപ്പിച്ചു, അല്ലെങ്കിൽ എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടാവും, എന്റെ വീട് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. സെഷൻ 15 അത് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ കൊയേഷനിലൂടെ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ മേക്സ് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ. ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും? വോയിഡബിൾ ആയിട്ട് മാറും. ഇനി രണ്ടാമത് കറക്റ്റ് ശ്രദ്ധിച്ചുള്ളത്, ചെറിയ കൺഫ്യൂഷൻ ആവേ. രണ്ടാമത് അണ്ടർ ഇൻഫ്ലുവൻസ്. ഇവിടെ നമ്മൾ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എങ്ങനെ ഭീഷണിപ്പെടുത്തല്ല, പകരം നമ്മുടെ പവർ ഉപയോഗിച്ചിട്ട്. എങ്ങനെ ഈ പവർ ഉപയോഗിക്കാം? ഇപ്പൊ ഇതാ ഒരു ടീച്ചർ കുട്ടിനോട് പറയാണ്, ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ സ്റ്റുഡന്റ് ഇതിൽ ആർക്കാണ് ഒരു ഡൊമിനന്റ് പവർ ഉള്ളത്? ടീച്ചർക്കാണോ സ്റ്റുഡന്റിനാണോ ഒരു പവർ ഉള്ളത്? യെസ്, ടീച്ചർക്കാണ് പവർ ഉള്ളത്. ടീച്ചർ എന്ത് ചെയ്യണം, ആ പവർ വെച്ചിട്ട് പറയണം അല്ലെ, ഈ നാളെ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയാണ്. ഇത് എന്തല്ല, നമ്മൾ ആദ്യം പറഞ്ഞ കൊയേഷൻ പോലത്തെ ഒരു ഭീഷണിയല്ല അല്ലെ, മറ്റേ കത്തി കാണിച്ച് തോക്ക് കാണിച്ചുള്ള ഭീഷണിയല്ല. പക്ഷെ ടീച്ചർ എന്താണ്, പവർ യൂസ് ചെയ്യണം. ഇവിടെ തന്റെ മേളിൽ ഒരു ഡൊമിനന്റ് പവർ ഉണ്ട്, ഒരു അധികാരമുണ്ട്. ആ അധികാരം യൂസ് ചെയ്തിട്ട് തന്റെ താഴെയുള്ള ആളോട് പറയുന്നതാണ് എന്ത്, അണ്ടർ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇവിടെ റിലേഷൻ ഇമ്പോർട്ടന്റ് ആട്ടോ. റിലേഷൻ ഉണ്ടാവും, ആ റിലേഷൻ ബേസ് ചെയ്തിട്ടേക്കാരം അവർ പറയാം. ഒരു ഉദാഹരണം, ഒരു പാരന്റും ഒരു സണ്ണും അല്ലെ, ഒരു അച്ഛനും ഒരു ഫാദറും സണ്ണും. അച്ഛനാണ് ഇവിടെ എന്തുള്ളത്, പവർ ഉള്ളത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അച്ഛൻ ആ പവർ വെച്ചിട്ട് പറയാണ് അല്ലെ, തന്റെ മകനോട് തന്നെയാണ് പറയണത്, ഈ അത് ചെയ്തിരിക്കണം, ഈ അതിൽ സൈൻ ചെയ്യണം അല്ലെ. അവിടെ മകൻ എന്ത് ചെയ്യണം, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സൈൻ ചെയ്യല്ല, ആര് പറയണ കേൾക്കാണ്, അച്ഛൻ പറയണ കേൾക്കുകയാണ് അല്ലെ. എന്തുകൊണ്ട് അച്ഛൻ പറയണ കേൾക്കണം, അച്ഛനവിടെ ഒരു ഡൊമിനൻസ് ഉണ്ട്, ഒരു ഡൊമിനന്റ് പവർ ഉണ്ട് അല്ലെ. അതുപോലെ നമ്മളെ പ്രിൻസിപ്പൾ, നമ്മൾ സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ല കേട്ടോ, നമ്മൾ ബിസിനസ്സിലുള്ള പ്രിൻസിപ്പൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പളും ഏജന്റും. ഇവിടെ ഏജന്റ് ആണ് താഴെയുള്ള ആള് അല്ലെ, പ്രിൻസിപ്പളിന്റെ ടോപ്പിലുള്ള ആളാണ്. അപ്പൊ പ്രിൻസിപ്പൾ പറയാനായിട്ട് ആര് കേൾക്കാണ്, ഏജന്റ് കേൾക്കാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുക, അങ്ങനെ ഒരു പരസ്പര റിലേഷനുള്ള രണ്ടാളുകൾ തമ്മിൽ, അതിൽ ഒരാളുടെ പൊസിഷൻ വലിയ പൊസിഷൻ അല്ലെ, ഉയർന്ന പൊസിഷനേക്കാരം, ടോപ്പ് പൊസിഷനേക്കാരം.
ഒരാളുടെ പൊസിഷൻ താഴ്ന്ന പൊസിഷനേക്കാരം. അപ്പൊ ഈ ടോപ്പ് പൊസിഷനിലുള്ള ആള് അയാളുടെ പവർ വെച്ചിട്ട് താഴെ പൊസിഷനിലുള്ള ആളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. എല്ലാവരും നോക്കിയേ, അൺഫെയർലി ഇൻഫ്ലുവൻസിങ് സംവൺ ഡ്യൂ ടു പവർ. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഡ്യൂ ടു പവർ, തന്റെ അധികാരം വെച്ച് എന്ത് ചെയ്യാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ക്യാൻ ബി ഡ്യൂ ടു റിലേഷൻഷിപ്പ്. അത് മിക്കവാറും റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. ഇപ്പൊ ടീച്ചർ സ്റ്റുഡന്റ്, ഫാദർ സണ്ണ്, അല്ലെ? അപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. അതോറിറ്റി അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് തന്റെ റിലേഷൻഷിപ്പ് വെച്ചിട്ട്, അതോറിറ്റി വെച്ചിട്ട്, മറ്റെന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ട് തന്റെ താഴെയുള്ള ഒരാളെ, അത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഒരാൾ മുകളിലേക്കാരം ഒരാൾ താഴേക്കാരം, തന്റെ താഴെയുള്ള ഒരാളെ എന്ത് ചെയ്യാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അൺഡു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് പറയാം കേട്ടോ. അപ്പൊ കോയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തികച്ചും പുറത്തുനിന്ന് ഒരാൾ, ഒരു സ്ട്രേഞ്ചർ ആണ്, ഒരു തേർഡ് പാർട്ടിയാണ് അല്ലെ, അയാള് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് കോയേഷൻ എന്ന് പറയുക. അണ്ടർ ഇൻഫ്ലുവൻസിൽ പുറത്തുനിന്നുള്ള ഒരാളല്ല, അകത്തുള്ള ആൾ തന്നെയാണ് അല്ലെ. മീൻസ് അയാളായിട്ട് അറിയുന്ന ഏറ്റവും അടുത്ത റിലേഷനുള്ള ഒരാൾ തന്നെയാണ്. അയാളുടെ പവർ യൂസ് ചെയ്തിട്ട് ഇയാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഫ്രോഡ്. ഫ്രോഡ് പറഞ്ഞാല് നമ്മളല്ലേ പറ്റിക്കല് അല്ലെ, വെട്ടിപ്പ് തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഡിസീറ്റ്ഫുൾ ഓർ ഡിസോണസ്റ്റ് ബിഹേവിയർ, അതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. തെറ്റായിട്ടുള്ള ഒരു സ്വഭാവം, തെറ്റായിട്ടുള്ള ഒരു കാര്യം, അതാണ് ഫ്രോഡ് പറയുന്നത്. നമ്മൾ തട്ടിപ്പ് എന്നൊക്കെ പറയും. ടു ഒബ്റ്റെയിൻ കൺസെന്റ്, ഒരു സമ്മതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാൾ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തുക അല്ലെ. ഇത് ഭീഷണിയൊന്നല്ല, പക്ഷെ തട്ടിപ്പിന്റെ രൂപത്തിൽ ഒരാളെ കൊണ്ട് സമ്മതിപ്പിക്കുക. അപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ ഇതാ ഈ സ്ഥലം ഈ വെട്ടെന്ന് വാങ്ങിക്കോ, ഇവിടെ വലിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്, ഈ ഫ്ലാറ്റ് വന്നാൽ എനിക്ക് ഈ സ്ഥലത്തിന് ഇരട്ടി പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളാണ്, നമ്മളെ പറ്റിക്കാണ് അല്ലെ. അവിടെ ഫ്ലാറ്റും വരാല്ല, അവിടെ ഒന്നും വരാല്ല, ആ സ്ഥലത്തിന് അത്ര റേറ്റും ഇല്ല, നമ്മളോട് നുണൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാണ് അല്ലെ. അതാണ് ഡിസോണസ്റ്റ് ബിഹേവിയർ. തെറ്റായിട്ടുള്ള കള്ളം പറഞ്ഞ് അല്ലെ, നുണ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ക്യാൻ ബി ത്രൂ വേർഡ്സ്, അത് വാക്കിലൂടെ ആവാം, ആക്ഷൻസിലൂടെ ആവാം, ചിലപ്പോൾ സൈലൻസിലൂടെ ഒക്കെ ആവാം, മിണ്ടാതിരുന്നിട്ടൊക്കെ ആവാം. എന്തായാലും നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രോഡിലൂടെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്റ്റും വോയിഡബിൾ ആണ്. ദെൻ നാലാമത്തത് മിസ് റെപ്രസെന്റേഷൻ. ഓക്കെ, മിസ് റെപ്രസെന്റേഷൻ സെഷൻ 18 ആണ് അത് പറയുന്നത്. പ്രൊവൈഡിങ് ഫാൾസ് ഇൻഫർമേഷൻ ടു ഒബ്റ്റെയിൻ കൺസെന്റ്. തെറ്റായിട്ടുള്ള ഡാറ്റ കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൺസെന്റ് വാങ്ങിയെടുക്കുക. ഫാൾസ് ഇൻഫർമേഷൻ ആട്ടോ, ഫാൾസ് ഇൻഫർമേഷൻ. ഇതെന്താണ്, ക്യാൻ ബി ഇന്നസെന്റ് ഓർ ഇന്റൻഷൻ. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാട്ടോ, മനഃപൂർവ്വം ചെയ്യുന്നതാണ് മിസ്റെപ്രസെന്റേഷൻ. അല്ലാണ്ട് അറിയാതെ വരുന്നതല്ല. അറിയാതെ വരുന്നതല്ല ആശ്രിത മിസ്റ്റേക്ക് എന്നാ പറയുക, അത് വേറെ. ഇത് മിസ്റെപ്രസെന്റേഷൻ ആണ് മനഃപൂർവ്വം എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ചെയ്യാണ്. മേക്സ് ദ കോൺട്രാക്ട് വോയിഡബിൾ. അങ്ങനെ മിസ്റെപ്രസെന്റേഷൻ ചെയ്താലും എന്താവും, ആ കോൺട്രാക്ട് വോയിഡബിൾ ആവും, അഥവാ വാല്യൂ ഇല്ലാത്തതാവും. ഓക്കെ, അപ്പൊ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഇൻഫർമേഷൻ ആട്ടോ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് മിസ്റ്റേക്ക് അഥവാ എറേഴ്സ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് അറിയാതെ വരുന്നതാട്ടോ, ഇത് മനഃപൂർവ്വമല്ലേ, മിസ്റ്റേക്ക് മനഃപൂർവ്വമല്ല. മിസ്റെപ്രസെന്റേഷൻ മനഃപൂർവ്വം ചെയ്യണേന്, മിസ്റ്റേക്ക് അറിയാതെ വരുന്നതാണ്. അപ്പൊ അയാൾ എമൗണ്ട് എഴുതി അല്ലെ, ഇപ്പോ ഒരു 10 ലക്ഷം എന്ന് എഴുതിയിൽ എന്ത് ചെയ്തു, ഒരു പൂജ്യം അറിയാതെ വിട്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറി, 1 ലക്ഷമായിട്ട് മാറി. 10 ലക്ഷം ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അത് അറിയാതെ ഒരു പൂജ്യം വിട്ടുപോയി. കണ്ടോ, ഇതൊക്കെ മിസ്റ്റേക്കിലൂടെ വരുന്നത്, കൽപ്പിച്ചൂട്ടി ചെയ്യല്ലേ. അത് കൽപ്പിച്ചൂട്ടി ചെയ്താൽ അഥവാ മനഃപൂർവ്വം ചെയ്താൽ അതെന്തായി, മിസ്റെപ്രസെന്റേഷൻ ആയി. അറിയാതെ വന്നാൽ അത് മിസ്റ്റേക്ക് ആയി. എറേഴ്സ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എഫക്ട് കൺസെന്റ്. അപ്പൊ എറേഴ്സുകളെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയാ. ക്യാൻ ബി യൂണിലാറ്ററൽ. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കാറ്, ഒന്നെങ്കിൽ ഓഫററുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഓഫറിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ബൈലാറ്ററൽ ആണ് രണ്ട് ഭാഗത്തും. ഓഫററുടെ ഭാഗത്തും പ്രശ്നം വന്നിട്ടുണ്ട്, ഓഫറിയുടെ ഭാഗത്തും പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ആവാം. അങ്ങനെ രണ്ട് രൂപത്തിൽ എന്ത് വരാം, മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ട്. മേ മേക്ക് ദ കോൺട്രാക്ട് വോയിഡ് ഓർ വോയിഡബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ സർക്കംസ്റ്റാൻസ്. അപ്പൊ അത് ആ കോൺട്രാക്ട് വോയിഡ് ആണോ വോയിഡബിൾ ആണോ തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. ചിലപ്പോൾ എന്താവും, ആ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് വോയിഡ് ആവാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ എന്താവും, അത് വോയിഡബിൾ ആവാൻ സാധ്യത ഉണ്ട്. അത് ആ സാഹചര്യം വെച്ചിട്ട് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്രീ കൺസെന്റും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും. ഒന്ന് നമ്മൾ പറഞ്ഞ കൊയേഷന്, ഭീഷണിപ്പെടുത്തുന്നത്. രണ്ട്, അണ്ടി ഇൻഫ്ലുവൻസ്,
ഒരാള് അല്ലെ ഒരു ഹയർ അതോറിറ്റി, ഒരു ഹയർ പവർ വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 3 ഫ്രോഡ്, ഒരാളെ കള്ളം പറഞ്ഞ് തെറ്റിപ്പിക്കുന്നത്, അല്ലെ തെറ്റായുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരാളോട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പിന്നെ മിസ്റെപ്രസെന്റേഷന്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരാളെ പറ്റിക്കുന്ന പരിപാടി. അടുത്ത മിസ്റ്റേക്ക് ആണ് അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾ. ഇതൊക്കെയാണ് ഫ്രീ കൺസെന്റിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, ഇനി അതില് ഒരു ഡിഫറൻസ് ഒന്ന് നോക്കിയിട്ട്, ഇത് സാധ്യത ഉണ്ട് കേട്ടോ. കൊയേഷനും അണ്ടർ ഇൻഫ്ലുവൻസും നമ്മളെ ഡിഫറൻസ് നോക്കാം. കൊയേഷൻ നമുക്കറിയാലോ അല്ലെ, മനഃപൂർവ്വം അല്ലെ ഒരാളെ കത്തിയൊക്കെ കാണിച്ച് തോക്കൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നതാണ് കൊയേഷന്. അണ്ടർ ഇൻഫ്ലുവൻസ് പറഞ്ഞാല് തന്റെ പവർ ഉപയോഗിച്ചിട്ട് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഫാദർ സണ്ണ് എന്നൊക്കെ ഓർത്ത് നോക്കുക. നോക്കി, നേച്ചർ ഓഫ് ആക്ഷൻ. കൊയേഷൻ നമുക്കറിയാം ഫിസിക്കൽ ത്രെഡ്സ് ആണ് കൊയേഷൻ. ഈ റെഡിങ്ങിൽ കൊടുത്ത് ഇതാണ് കൊയേഷൻ കേട്ടോ. ഫിസിക്കൽ ത്രെഡ്സ് അല്ലെ, ഫിസിക്കലായിട്ട് അവരെ ഭീഷണിപ്പെടുത്താണ്, കത്തി കാണിച്ച് തോക്ക് കാണിച്ച് അല്ലെ. അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള ഭീഷണിക്കാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയാ. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസ് മോറൽ ആണ്, അല്ലെങ്കിൽ മെന്റൽ പ്രഷറാണ് അല്ലെ. അവിടെ അയാൾ കത്തിയും തോക്കൊന്നും കാണിക്കൂല, പക്ഷെ അയാളുടെ പവർ വെച്ചിട്ട് ഇപ്പൊ ഫാദർ മകനോട് പറയാണ്, അതെന്താണ്, ഒരു മെന്റൽ പ്രഷറാണ്, മാനസികമായിട്ട് കൊടുക്കുന്ന ഒരു സമ്മർദ്ദമാണ്. അതിലൂടെയാണ് അവിടെ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മെന്റൽ പ്രഷറാണ്. ഇനി അടുത്തത് പാർട്ടീസ് ഇൻവോൾവ്. കൊയേഷനില് ഡയറക്റ്റ് ഓർ സ്ട്രേഞ്ച് പാർട്ടീസ്. കൊയേഷന് ഒന്നെങ്കിൽ നേരിട്ടാവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ അല്ലെ. നമ്മളൊരു ഗുണ്ടാ ടീമിനെ കേൾപ്പിക്കാണ് ഭീഷണിപ്പെടുത്താൻ, അല്ല ഒരു കൊട്ടേഷൻ ടീമിനെ കേൾപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യാണ് ഭീഷണിപ്പെടുത്താൻ. അപ്പൊ അങ്ങനെ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തലാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പുറത്തുനിന്നുള്ള ഒരാളെ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊയേഷൻ ചെയ്യാൻ പറ്റും. സുപ്പീരിയർ പാർട്ടി അല്ലെ, നമ്മൾ പറഞ്ഞു നമ്മളെക്കാൾ ഒരു ഹയർ അതോറിറ്റി ഉള്ള ആള്, ഇപ്പൊ ടീച്ചർ അല്ലെങ്കിൽ ഫാദർ അല്ലെ, പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഹയർ അതോറിറ്റി ഉള്ള ആളാണ് എന്ത് വരുന്നത്, അണ്ടർ ഇൻഫ്ലുവൻസിൽ വരുന്നത്. ഇനി ക്രിമിനൽ ആക്ഷൻ. കൊയേഷൻ എന്താണ്, ഒരു ക്രിമിനൽ ആക്ഷൻ ആയിട്ട്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അഥവാ അത് പോലീസ് എന്ത് ചെയ്യും, കേസായിട്ട് എടുക്കും. കാരണം ഒരാളെ ഭീഷണിപ്പെടുത്തല്ലേ, അത് കേസായിട്ട് എടുക്കും. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസ് ക്രിമിനൽ ആക്ടിവിറ്റി അല്ല, പക്ഷെ അതൊരു അൺലോഫുൾ ആക്ട് ആണ്, നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നല്ല. ഒരു അച്ഛന് മകനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാല് അച്ഛനെതിരെ കേസൊന്നും വരില്ല, പക്ഷെ അതെന്താണ്, നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് പ്രിയർ റിലേഷൻഷിപ്പ്. നമുക്കറിയാം കൊയേഷൻ എന്ത് ചെയ്യില്ല, ആ പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, പുറത്തുനിന്നുള്ള ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളായിരിക്കും. എന്നാൽ അണ്ടർ ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു എന്തായാലും അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ ടീച്ചർ സ്റ്റുഡന്റ് പോലെ, അല്ലെങ്കിൽ ഫാദർ സണ്ണ് പോലെ അല്ലെ, കൃത്യമായിട്ടുള്ള ആ പാർട്ടീസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇൻഡംനിഫിക്കേഷൻ ആൻഡ് കോമ്പൻസേഷൻ. ഇത് കറക്റ്റ് ശ്രദ്ധിച്ചോളി. ഇപ്പൊ ഒരാള് കൊയേഷൻ ചെയ്തു, ഭീഷണിപ്പെടുത്തി ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അങ്ങനെ അയാള് വന്ന് അയാൾക്ക് കുറച്ച് നഷ്ടം വന്നു, പിന്നീട് കേസ് വന്ന് അത് തെളിയിച്ചു, കൊയേഷൻ ആണെന്ന് തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് വന്ന അഥവാ നമ്മളെ ഓഫറിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ആര് തീർത്തു കൊടുക്കണം, ആ ഓഫറർ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പരിഹരിച്ചു കൊടുക്കണം. കാരണം ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇയാളെ കൊണ്ട് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നഷ്ടങ്ങളൊക്കെ ആരാണോ ഭീഷണിപ്പെടുത്തിയ ആള് അല്ലെ, അയാൾ അത് പരിഹരിച്ചു കൊടുക്കണം. എന്നാ അങ്ങനെയല്ല ഈ കേസിൽ, അണ്ടർ ഇൻഫ്ലുവൻസിന്റെ കേസിൽ ഇൻഡംനിഫിക്കേഷൻ ത്രൂ കോർട്ട് സൂപ്പർവിഷൻ, അവിടെ അങ്ങനെ നഷ്ടങ്ങളൊന്നും പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതിക്ക് മനസ്സിലാവാണ് അച്ഛനും മകൻ എന്ത് ചെയ്യാണ്, നല്ലോണം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ ആ നഷ്ടം പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. Then last, proof and evidence. No presumption under law. There is presumption. അതായത് ആ വാക്കൊന്ന് ഓർത്തു വെക്കണേ, പ്രിസംഷൻ എന്നുള്ളത് കേട്ടോ. ഇവിടെ ഒരു അധികാരം, പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് മീനിങ് ഒക്കെ പറയുമ്പോൾ ഒരു ധിക്കാരം എന്നുള്ള സാധനം അല്ലെ, അതെവിടെ ഉണ്ടാവില്ല, കൊയേഷനിൽ ഉണ്ടാവില്ല. ഒരു ധിക്കാരത്തോടു കൂടെ ഞാൻ വലിയ ആൾ എന്നുള്ള സാധനം അതെവിടെ ഉണ്ടാവില്ല, അത് കൊയേഷൻ ഉണ്ടാവും. അവിടെ ഭീഷണിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റോടത്ത് അങ്ങനെയല്ല. ഇവിടെ അണ്ടർ ഇൻഫ്ലുവൻസിൽ എന്തുണ്ട്, പ്രിസംഷൻ ഉണ്ട്. പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു ധിക്കാരം അല്ലെ, ഒരു ധിക്കാരത്തിന്റെ എന്താ പറയാ, ധിക്കാരത്തിന്റെ ആ ഒരു സംഭവം എവിടെ ഉണ്ടാവും, അണ്ടർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം അവിടെ ആ ഒരു അധികാരം വെച്ചിട്ടാണല്ലോ, ആ പവർ വെച്ചിട്ടാണല്ലോ ഈ ഡീലിങ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അധികാരം എന്നുള്ള ഒരു സാധനം എവിടെ ഉണ്ടാവില്ല, കൊയേഷനിൽ ഉണ്ടാവില്ല, മറ്റേ അണ്ടർ ഇൻഫ്ലുവൻസിൽ അത് ഉണ്ടാവും. ഇതാണ് കൊയേഷനും അണ്ടർ ഇൻഫ്ലുവൻസും നമ്മളെ ഡിഫറൻസ്. അതൊന്ന് നല്ലോണം നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഫ്രോഡും മിസ്റെപ്രസെന്റേഷനും. ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ.
അല്ലെ? നോക്കാം. ഓക്കെ, മിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്. ഫാക്റ്റിനെ മറച്ചു വെക്കലാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫാക്റ്റുകളെ, സത്യത്തെ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. അതിനാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? വിത്ത് ദ ഇന്റൻഷൻ ടു ഡിസീവ് ദ അതേഴ്സ് പാർട്ടി. മറ്റൊരാളെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രോഡ്. മറ്റൊരാളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. സത്യത്തെ മറച്ചു വെക്കുന്നതാണ് ഫ്രോഡ്. മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് മെയ്ഡ് ഇന്നസെന്റ്ലി വിത്തൗട്ട് എനി ബാഡ് ഇന്റൻഷൻ. ഈ മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കൽപ്പിച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, അറിയാതെ വന്ന് പോകുന്ന ഒരു കാര്യമാണ് മിസ് റെപ്രസെന്റേഷൻ ആണ്. സോറി, ഇത് മിസ് റെപ്രസെന്റേഷൻ അല്ല, മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഫ്രോഡും മിസ്റ്റേക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മിസ്റ്റേക്ക് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് മെയ്ഡ് ഇന്നസെന്റ്ലി വിത്തൗട്ട് എനി ബാഡ്. അദ്ദേഹം എന്താ, ഒരു ബാഡ് ഇന്റൻഷൻ ഒന്നുമില്ല, അങ്ങനെ തെറ്റണം എന്ന് വിചാരിച്ചതൊന്നല്ല, പക്ഷെ അറിയാതെ വന്നു പോയ ഒരു മിസ്റ്റേക്ക് ആണ്. ടെക്സ്റ്റിലുള്ളത് ഫ്രോഡും മിസ് റെപ്രസെന്റേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണല്ലോ. അത് രണ്ടുമാണ്. അവിടെ ഹെഡിങ് മാറിയതാണോ? ടെക്സ്റ്റിൽ അങ്ങനെയാണ്, ടെക്സ്റ്റിൽ ഹെഡ് മാറിയതാണോ? അല്ല അല്ല, ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഈ സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതന്നെയാണ് കേട്ടോ, മിസ് റെപ്രസെന്റേഷൻ തന്നെയാണ്. ഓക്കെ, എനിക്ക് മാറിയതാണ്, കറക്റ്റ് അത് തന്നെയാണ്. ഫ്രോഡും മിസ് റെപ്രസെന്റേഷൻ മിസ്റ്റേക്ക് അല്ല, സോറി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് കേട്ടോ. ഈ രണ്ടിലൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ കൊയേഷനും അണ്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രോഡും മിസ് റെപ്രസെന്റേഷനും. ഇത് ഏതെങ്കിലും ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട് ഒരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫ്രോഡ് നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ നോക്കിയേ. കൺസീൽമെന്റ് ഓഫ് ഫാക്ട്, ഈ ഒരു സാധനമാണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. ഫാക്റ്റിനെ മറച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. എന്ത്? ദ ഇന്റൻഷൻ ടു ഡിസീവ് അതേഴ്സ്, ഡിസീവ് ദ അതേഴ്സ്. ഡിസീവ് എന്ന് പറഞ്ഞാൽ ചതിക്കാൻ വേണ്ടിയിട്ട്, വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ചതിക്കാൻ വേണ്ടിയിട്ട് ഫാക്റ്റിനെ മറച്ചു വെക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അല്ലെ? ഞാനൊരു കാറ് വിൽക്കുകയാണ്, ആ കാറിൽ കുറെ കംപ്ലൈന്റ് ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്, ഒരു 2-3 വട്ടമൊക്കെ ആക്സിഡന്റ് ആയി, അതിന്റെ എഞ്ചിനൊക്കെ ആകെ പോയി കിടക്കുകയാണ്. ഞാൻ അതൊന്നും പറഞ്ഞില്ല, അതാണ് ഫാക്റ്റിനെ മറച്ചു വെക്കുക. എന്തിനാ? മറ്റാളെ ചതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ആ ചതിക്കുക എന്നുള്ള ഇന്റൻഷനോട് കൂടെ തന്നെ ഫാക്റ്റിനെ മറച്ചു വെക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. എന്നാൽ മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് മിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. ഫാക്റ്റിന് ഇതും അത് തന്നെയാണ് കേട്ടോ, കൺസീൽമെന്റ് ഓഫ് ഫാക്ട് ആണ്, ഫാക്റ്റിനെ മറച്ചു വെക്കലാണ്. എങ്ങനെയല്ല? നോക്കിയേ, വിത്തൗട്ട് എനി ബാഡ് ഇന്റൻഷൻ, ഒരു ബാഡ് ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഞാനൊരു കാറ് വിൽക്കുകയാണ്, അപ്പൊ ആ കാറിൽ ഇതേപോലെ എഞ്ചിന് പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ട്. ഞാൻ എന്ത് ചെയ്തില്ല, അത് പറഞ്ഞില്ല, കൽപ്പിച്ചിട്ട് അവനെ ചതിക്കാന്നുള്ള ഉദ്ദേശത്തോടൊന്നല്ലേ, ഞാൻ പറഞ്ഞില്ല, ഞാൻ വിട്ടുപോയതാ, മറന്നുപോയതാണ്. അല്ലെങ്കിൽ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അറിയാതെ എന്ത് ചെയ്ത് അത് വിട്ടുപോയി. അപ്പൊ അവിടെ എന്താ, ഒരു ബാഡ് ഇന്റൻഷൻ ഒന്നും ഇല്ല, അല്ലെ? അവനെ പറ്റിക്കണമെന്നോ ചതിക്കണമെന്നോ അങ്ങനത്തെ ഒരു ധാരണയില്ല, ഞാൻ അറിയാതെ വിട്ടുപോയതാണ്, അല്ലെ മറന്നുപോയതാണ്, അല്ലെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നുള്ള ധാരണയിലാണ് ഞാനുള്ളത്. അങ്ങനെ വരുന്ന ഒരു മിസ് സ്റ്റേറ്റ്മെന്റ് ആണ് മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നോക്കട്ടെ, അപ്പൊ തമ്മിലുള്ള മാറ്റം നോക്കിയേ. ശരിക്കും ഫ്രോഡും മിസ് റെപ്രസെന്റേഷനും സെയിം ആണ്. ഇവിടെ എന്താണ്, മറ്റുള്ളവരെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യാണ് ഫ്രോഡ്. എന്നാൽ ഇവിടെ എന്താണ്, ഫാക്റ്റിനെ മറച്ചു വെക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ ഫാക്റ്റിനെ പറയാതിരിക്കലാണ്. പക്ഷെ എന്താണ്, അവിടെ ഒരു ഇന്റൻഷൻ ഇല്ല, ബാഡ് ഇന്റൻഷൻ ഒന്നുമില്ല, അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഓക്കെ, ഇനി നോക്കാം ഫ്രോഡ്. ദ ഫ്രോഡ് ഈസ് ഇന്റൻഷനൽ. അത് നമ്മൾ പറഞ്ഞു, മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഓർ വിൽഫുൾ റോങ്, അല്ലെ? തെറ്റായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഫ്രോഡ്, കാരണം അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ദ പേഴ്സൺ മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിലീവ് ഇറ്റ് ടു ബി ട്രൂ, അല്ലെ? അത് ശരിയാണെന്ന് വിചാരിച്ച അയാൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. സംഭവം തെറ്റായിരിക്കും, പക്ഷെ അത് അറിയാതെ ചെയ്തു പോകുന്ന ഒരു വിഷയമാണ് മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.
Then അടുത്തത് the aggrieved party has right to cancel the contract. അഗ്രീഡ് പാർട്ടിയാണ് നമ്മൾ ഓഫറി നമ്മൾ പഠിച്ചില്ലേ. ഈ പാർട്ടിക്ക് ഇതിന് ഓരോ ഓപ്ഷൻ ഉണ്ട്. എന്ത്? കാരണം ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് മനസ്സിലായി, ഇയാളിനെ പറ്റിക്കാണ് ചതിക്കാണെന്ന് മനസ്സിലായി, ഇയാളായിട്ട് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫ്രോഡ് ഒരിക്കലും നമ്മൾ അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഇവിടെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല, അറിയാതെ വന്നതാണ്, അറിയാതെ വന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ. ദെൻ അടുത്തത് ഫ്രോഡ്. എ ഫ്രോഡ് ഇസ് ക്രിമിനൽ ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ക്രിമിനൽ ആക്ട് ആണ്. കാരണം മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. എന്നാൽ മിസ് റെപ്രസെന്റേഷൻ എന്നുള്ളത് ക്രിമിനൽ ആക്ട് അല്ല. കാരണം അത് അയാൾ മനഃപൂർവ്വം ചെയ്യല്ല, അറിയാതെ വന്നു പോയതാണ്. അതുകൊണ്ട് അത് ക്രിമിനൽ ആക്ട് ആയിട്ട് പെടുത്തില്ല. ഈ ഫ്രോഡ് നോക്കുക. നോട്ട് ഓൺലി ഈസ് ദ കോൺട്രാക്ട് വോയിഡബിൾ ബട്ട് ഇറ്റ് ഓൾസോ ഗിവ്സ് റൈസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആക്ഷൻ ടു ടോർക്ക് ഫോർ ഡാമേജ്. ശരിക്കും ശ്രദ്ധിച്ചോളിയെ, ഇവിടെ കോൺട്രാക്ട് എന്തായാലും വോയിഡബിൾ ആവും. ഫ്രോഡ് വെച്ച് ചെയ്താൽ കോൺട്രാക്ട് വോയിഡബിൾ ആവും. അതിന് പുറമെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അതും ആര് തരേണ്ടി വരും, നമ്മൾ ഓഫറർ തരേണ്ടി വരും. കണ്ട, ഇപ്പൊ എന്നെ ഫ്രോഡ് പറ്റിച്ചിട്ട് ഒരാൾ കോൺട്രാക്ട് ഉണ്ടാക്കി, ഞാൻ അതിൽ ഏർപ്പെട്ടു, കോൺട്രാക്റ്റിൽ അതിന്റെ കൺസിഡറേഷൻ ഒക്കെ കൊടുത്ത്, പിന്നീടാണ് അത് ഫ്രോഡാണെന്ന് മനസ്സിലായത്, എന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായത്. അപ്പൊ എന്ത് ചെയ്യണം, ആ കോൺട്രാക്ട് അവിടെ വെച്ച് എനിക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. പോരാ, എന്തെങ്കിലും എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് ആര് തരേണ്ടി വരും, നമ്മുടെ ഓഫറർ തരേണ്ടി വരും. വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ. അപ്പോ ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും മാത്രമല്ല, എന്തുണ്ടാവും, ഡാമേജ് എന്തെങ്കിലും വന്നാൽ, പ്രശ്നം എന്തെങ്കിലും വന്നാൽ, ലോസ് എന്തെങ്കിലും വന്നാൽ അത് എനിക്ക് തിരിച്ചു തരേണ്ടി വരും. എന്നാൽ ഇവിടെ ഇറ്റ് മേക്ക് ദ കോൺട്രാക്ട് വോയിഡബിൾ. കോൺട്രാക്ട് ഇവിടെ എന്തായിരിക്കും, വോയിഡബിൾ ആയിരിക്കും അല്ലെ, വാല്യൂ ഇല്ലാത്തതായിരിക്കും. അറ്റ് ദ ഓപ്ഷൻ ഓഫ് പാർട്ടി മിസ്റെപ്രസെന്റഡ്. ഓക്കെ. അപ്പൊ ആരെയാണോ മിസ്റെപ്രസെന്റ് ചെയ്ത് അയാളുടെ ഓപ്ഷൻ ആണ് എന്ത് ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ വാലിഡ് ആക്കാം, വോയിഡ് ആക്കാം, അയാളുടെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ ഡാമേജ് വന്നാൽ അതാരും തരില്ല. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ വന്നു പോകുന്നതാണ്. ദ ലാസ്റ്റ്, അഗ്രീഡ് പാർട്ടി ക്യാൻ ക്ലെയിം ആൾസോ ഡാമേജ്. എന്തെങ്കിലും അയാൾക്ക് നേരത്തെ പറഞ്ഞാൽ അതിന്റെ ഒരു ബാക്കിയായിട്ട് പറയുന്നതാണ്, എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അഗ്രീഡ് പാർട്ടിയാണ് നമ്മുടെ ഓഫറി. ആരെയാണോ പറ്റിച്ചത് അയാൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കേസിൽ അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ കൽപ്പിച്ചുകൂടി ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ വന്നു പോയതാണ്. അപ്പൊ ഈ ഫ്രോഡും മിസ്റെപ്രസെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതില് ലാസ്റ്റ് ഒരു ടോപ്പിക് പറയുന്നത് ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും പൊതുവെ വരാറില്ല കേട്ടോ. അഥവാ നിയമപ്രകാരം ഒരു കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ ലീഗൽ ആണോ അല്ലേ എന്നുള്ളത് കൺസിഡർ ചെയ്യുക, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഞാൻ പറയുന്നില്ല. ഇതോടുകൂടെ ബ്ലോക്ക് 1 രണ്ടാമത്തെ ചാപ്റ്റർ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറയുന്നു, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നല്ലോണം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. കാരണം ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാര്യം തന്നെ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് കണ്ടോ, അതാണ് എസ്സേക്ക് മിക്കവാറും ചോദിക്കുക. പിന്നെ അതിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓഫർ അല്ലെ. ഓഫർ എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഓഫർ എന്താണ്. പിന്നെ തൊട്ടടുത്ത് പഠിച്ചത് അക്സെപ്റ്റൻസ് എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് എന്താണ്. ഓക്കെ. പിന്നെ അതിന്റെ സബായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, അതുപോലെ തന്നെ കൺസെന്റ് എന്താന്ന് പറഞ്ഞു അല്ലെ, കൺസിഡറേഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ കൺസെന്റ് എന്താന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ടോപ്പിക് ഇതിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ലോണം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അതോടുകൂടെ നമ്മുടെ ഈ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യാണ്, അഥവാ സെക്കൻഡ് ചാപ്റ്റർ ഇതോടുകൂടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും.